ഈ പ്രദേശത്തുകാരുടെ നാവിലും ചെവിയിലും കേട്ടും പല അനുഭവങ്ങളെ കൊണ്ടും പരിചയമുള്ള മഹാനായ കുറ്റൂര് കമ്മുണ്ണുലർ പാപ്പ മഹാനവറുകളുടെ ജീവിത ചരിത്രമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഇവിടെ അവതരിപ്പിക്കുന്നത്. അവർ ജനിച്ചത് ഏത് വർഷത്തിലാണെന്നും വഫാത്തായത് ഏത് വർഷത്തിലാണെന്നും അവരുടെ കുടുംബം ഏതാണെന്നും അവരുടെ വാപ്പ ആരാണെന്നും ഉമ്മ ആരാണ് എന്നും ഉസ്താദുമാരാരാണ് എന്നും അതുപോലെ ശിഷ്യന്മാരിൽ പ്രധാനികൾ ആരൊക്കെയെന്നും സ്വന്തം മക്കൾ ആരൊക്കെയാണ്, എത്ര മക്കളുണ്ട് എന്നും ഏതെല്ലാം നാടുമായി മഹാനവറുകൾക്ക് ബന്ധമുണ്ടെന്നും ബഹുമാനപ്പെട്ടവർ കാണിച്ചു തന്ന മാതൃക എന്താണ് എന്നും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ പൊന്മുള ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ഒരു ഓർമ്മ അവരുടെ ഒരു ആണ്ട് നടക്കുമ്പോൾ ഒരു ആണ്ടൊക്കെ ഭംഗിയായി നടത്തുക. എന്നിട്ട് ഈ ഓർമ്മകൾ ഓരോ വർഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങളാണ്. നമുക്ക് ആധാരമായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നിലനിൽക്കുന്നത് ചരിത്ര അവതരണമാണ്. കഴിഞ്ഞുപോയ മഹാന്മാരെ സംബന്ധിച്ചുള്ള ചരിത്ര പ്രകീർത്തനങ്ങളാണ് ഖുർആന്റെ സിംഹഭാഗങ്ങളിലും ഭൂരിഭാഗങ്ങളിലും നിലകൊള്ളുന്നത്. ഇത് ഖുർആനെ കുറിച്ച് അടുത്തറിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. 114 അധ്യായങ്ങളിലും പല പേരുകളും സൂറത്തിന്റെ പേരുകളും മഹത്തുക്കളുടെ നാമധേയം കൊണ്ടാണ്. യൂസുഫ് സൂറത്ത്, യൂനുസ് സൂറത്ത്, ഇബ്രാഹിം സൂറത്ത്, സൂറത്ത് മുഹമ്മദ്, മറിയം സൂറത്ത്, ഇങ്ങനെ തുടങ്ങി അതിൽ അവതരിപ്പിക്കപ്പെടുന്ന ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൂറത്തുകൾക്ക് വരെ നാമകരണം ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത് SYS നടത്തുന്ന പരിപാടിയാണ്. അതിനടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. വെറുതെ എന്തെങ്കിലും ഒരു നേരം പോക്കിന് ഈ വിഷയങ്ങൾ നടത്തുകയില്ല. അതിനാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ ഭൂരിഭാഗവും ചരിത്ര പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ കൂടുതലും മൗലിദ് പാരായണമാണ് നടക്കുന്നത്. പ്രസവ കഥകൾ വരെ, മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചപ്പോഴുണ്ടായ ആ പ്രസവ സാഹചര്യങ്ങളും അപ്പോഴുണ്ടായ അത്ഭുതങ്ങളും മുഅ്ജിസാത്തുകളുമാണ് മറിയം സൂറത്തിൽ കൂടി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് മതി ഇസ്ലാം ഏതാണ് എന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് എന്നും മുഅ്മിനിന്റെ ഈമാൻ സഹിയാവാൻ ഇത് ആവശ്യമാണ് എന്നും മനസ്സിലാക്കാൻ ഈ പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ അവതരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ മുമ്പ് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഒരു ടാക്സി കയറി. 2002 എനിക്ക് തോന്നുന്നത്. കയറിയപ്പോൾ ഞാനൊരു റമദാനിലാണ്, ഞാൻ ജാമിയ നുസ്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. നോമ്പറക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് നമ്മളൊരു സ്നേഹിതൻ വിളിച്ചപ്പോ അബുദാബിയിൽ നിന്ന് ടാക്സി കയറി. അതേ ടാക്സിയിൽ എൻ്റെ അടുത്ത് നല്ലൊരു പാൻ്റൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇൻസൈഡ് ചെയ്ത് ഒരു ടൈ ഒക്കെ കെട്ടി മുടിയൊക്കെ ഇങ്ങനെ പിന്നിക്ക് വാർന്നിട്ട് ചെറിയൊരു ചെത്ത് താടിയൊക്കെ വെച്ച് ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പ്രായം തന്നെ, അന്ന് എൻ്റെ പ്രായമാണ്. അപ്പൊ ഇപ്പോഴും അയാൾക്കിൻ്റെ പ്രായം തന്നെ ഈ കാര്യം. അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഈ സഞ്ചാരം എങ്ങനെ ആയതുകൊണ്ട് ഒന്ന് ഓതാനോ ചെല്ലാനോ ഒന്നൊരു സമയം കിട്ടൂല. ഉള്ള സമയം വല്ല സ്വലാത്തോ വല്ല ദിക്റോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ലല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരെ എനിക്ക് സലാം പറഞ്ഞു, പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു ഞാൻ കണ്ണൂർ സ്വദേശിയാണ്, എൻ്റെ കുടുംബം ഒരു സുന്നി ഫാമിലിയാണ്. അയാൾ പറഞ്ഞ ശൈലിയാണ് ഞാൻ പറയുന്നത്.
ഞാൻ അബുദാബി സിലയിലാണ് എനിക്ക് ജോലി. അന്നാണ് ഞാൻ സില എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. സൗദിന്റെ ബോർഡറാണ് അബുദാബിയിൽ സില എന്ന് പറയപ്പെടുന്നത്. സില അല്ല, സിലവാണ്. പിന്നെ മനസ്സിലായതാണ്. അപ്പൊ പറഞ്ഞ് പിന്നെ സിലവായതാണ്. സില അവിടെ പോലീസിലാണ് എനിക്ക് ജോലി. ജോലി തന്നെയാണ്. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിലായി. ഈ ആമുഖങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്തോ ഒരു വിഷയം മൂപ്പരിനോട് അവതരിപ്പിക്കും. കാരണം ഉസ്താദ്മാർ ദർശൊക്കെ കേട്ട് കുറെ പരിചയമുള്ള ആളോ. അപ്പൊ എന്തോ ഒരു വിഷയം മൂപ്പരിനോട് അവതരിപ്പിക്കുന്നുള്ള സ്ഥിതിയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞത്, എന്റെ കുടുംബം ഒരു സുന്നി ഫാമിലിയാണ്. ഞാന് അബുദാബിയിൽ വന്നതിന് ശേഷം ഒരു ജമാഅത്തെ ഇസ്ലാമിക് പ്രവർത്തകനാണ് ഉസ്താദ്. എന്നെ വളരെ ബഹുമാനിച്ചു ഉസ്താദ് എന്നൊക്കെ. എന്താ ഈ ജമാഅത്തെ ഇസ്ലാമിക് കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുസ്തകവും അതിന്റെ ഇതൊക്കെ നോക്കണവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമുക്ക് പിന്നെ അങ്ങനെ ഒരു കണ്ണന മണ്ണനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ വാദം എന്താ, വിശ്വാസം എന്താന്ന്. അതേ സ്ഥാനം നമ്മള് ഉസ്താദ്മാർ ഓതി തന്ന ഷറല്ലാക്കായത് ഓതിയത് കൊണ്ട് റാഫിലിയാക്കൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ കുറെ പാർട്ടികൾ ചെയ്തിട്ടുണ്ട്, ഷറല്ലാക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്താ അവർക്ക് കുഴപ്പമെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളെ കുടുംബമുള്ള സുന്നി, നിങ്ങളാണുള്ള സുന്നിന്ന് രാജിവെച്ചാൽ എന്താ സുന്നിക്ക് കുഴപ്പമെന്ന് ചോദിച്ചു. നിങ്ങളെ കുടുംബം ഒരു സുന്നി ഫാമിലിയാ നിങ്ങൾ പറഞ്ഞല്ലോ, എന്താ സുന്നി കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അതായത് കുറെ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്, പഴഞ്ചൻ കാര്യങ്ങൾ. അതെന്താന്ന് വെച്ചാൽ അപ്പൊ അയാൾ ആദ്യമായി എടുത്തിട്ട് മൗലിദ് ഓത. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി? മരിച്ചുപോയവരെ ചരിത്രങ്ങൾ പറയല്ലേ? അതെ, അതുപോലെ മരിച്ചുപോയില്ല, അതിങ്ങനെ പറയണം. അപ്പൊ മുപ്പര ന്യായമാണ് പറയുന്നത്. ഒരു മരിച്ചുപോയില്ല, ഒരു ജീവിച്ച് മരിച്ചുപോയി അങ്ങനെ പറഞ്ഞു തീർക്കണം ഇനിയിപ്പോ നമ്മള്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ശരി എന്നാ പിന്നെ നിങ്ങൾ എങ്ങനെ ഖുർആൻ ഓതലെന്ന് ചോദിച്ചാല്, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എങ്ങനെ പാരായണം ചെയ്യല്? എന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം ഖുർആനിലൊരു അൽ-കഹ്ഫ് സൂറത്ത്, അൽ-കഹ്ഫ് നിങ്ങൾ വെള്ളിയാഴ്ച ഓതലില്ലേ ഉണ്ട്. അതിലെന്താ പറയുന്നത്? 7 ഔലിയാക്കളുടെ ചരിത്രമാണ്. ഔലിയാക്കള് മാത്രമല്ല, അവരെ സ്നേഹിച്ച ഒരു നായയും. 7 ഔലിയാക്കളും അവരെ മഹബത്ത് വെച്ച ഒരു നായയും. കഴിഞ്ഞില്ല ഖിദ്ർ നബിയും മൂസാ നബിയും തമ്മിൽ കൂടിപ്പോയ ഒരു യാത്രാ വിവരണവും അതിലുണ്ടായ സംഭവ വികാസങ്ങളും. അതുകൊണ്ടൊന്നും തീർന്നില്ല. ദുൽഖർനൈനി രാജാവിനിക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ കറാമത്തുകളും. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ. ഇന്നാ മക്കന്നാ, നിശ്ചയമായി നമ്മൾ തംകീനി എന്ന പദവി നൽകി. അങ്ങനെ ഒരു പദവി ഉണ്ടല്ലോ ഔലിയാക്കൾക്ക്. തംകീൻ എന്ന് പറഞ്ഞൊരു പദവി മുഹീദ്ദീൻ ശൈഖിന്റെ കുതുബിയ്യത്തൊക്കെ ചെല്ലുമ്പോൾ അതിൽ കിട്ടും. തംകീന്, തഹ്കീം, തംകീന്. അതാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നാ മക്കന്നാ, നമ്മൾ തംകീൻ നൽകി, ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ ഫഅതബഅ സബബാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഈ സൂറത്ത് ഓതൽ വെച്ചാൽ മൂപ്പരോട് മരിച്ചു ആയാലും ചരിത്രം പറയാൻ പാടില്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ ഓതല് എന്ന് പറഞ്ഞിട്ട് കളി. അപ്പൊ അതിന് മറുപടി ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുകയാണ് മൂപ്പര്. ഇന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടൊരു ചോദ്യം ചെല്ലേണ്ടത് മൂപ്പര് കൊളർത്തിട്ടില്ല. മൂപ്പര് ജമാഅത്തെ ഇസ്ലാമിന്റെ കുഴപ്പം എന്താന്ന് പറയാൻ ഞാൻ ഒരുങ്ങുന്നാണ് മൂപ്പര് വിചാരിച്ചത്. അത് പറയാൻ കിട്ടാതെ വരുമ്പോ മൂപ്പർക്ക് ഇന്നെ പിടികൂടാ. അത് ഇതിന്റെ ഒരു ശൈലിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് നിൽക്കട്ടെ, തൊട്ടടുത്ത സൂറത്താണ് മറിയം സൂറത്ത്. മറിയം ബീവി ഈസാ നബിനെ പ്രസവിച്ച കഥയാണ് ഇതിൽ മുഴുവൻ പറയുന്നത്. ഗർഭമുണ്ടായതും പ്രസവിച്ചതും അപ്പോഴേ ആ ഉണങ്ങിയ ഈത്തപ്പന മരം പച്ചയായതും ഇതൊക്കെയാണ് അതിൽ പറയും. ഇതെങ്ങനെ നിങ്ങൾ ഓതല്? ഇങ്ങനെ 2-3 സൂറത്ത് എടുത്ത് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ അതിനെക്കുറിച്ച് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. നല്ല സത്യയാൾ പറഞ്ഞു, അയാൾക്ക് മനസ്സിലായി, അയാൾ കൊടുന്നു. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയ കുടുംബം അയാൾക്ക് പോയി. ഞാൻ ഇതിനെക്കുറിച്ച് അത്ര ആലോചിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ജമാഅത്തെ ഇസ്ലാമിന്റെ കുഴപ്പവും.
അതിലുള്ളവരൊക്കെ ഈ ആലോചിക്കാതെ രാജിവെച്ച ആൾക്കാരാണ്. മറുപടി കിട്ടിയല്ലോ. അതിലുള്ള ആളുകളൊക്കെ ഈ ആലോചിക്കാതെ രാജിവെച്ച ആൾക്കാരാണ്. നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളാണ് പറഞ്ഞാൽ പോരാ, ആലോചിച്ചിരിക്കണം ശരിക്ക്, എന്നിട്ടേ നിങ്ങളൊക്കെ രാജിവെക്കാൻ പാടുള്ളൂ. നിങ്ങളെ അമ്മാനും ബാപ്പാനും കാരണന്മാരും ഒക്കെ ചുരുക്കും കുഫറും മുശ്രിക്കും ആക്കുക ഒരു കാര്യം ആലോചിക്കാതെ വിവരമില്ലാതെ. നിങ്ങൾ എന്തെല്ലാം തെമ്മാടിത്തരപ്പ് ഈ പേരിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ കണ്ട് ചോദിച്ചപ്പോൾ അയാൾ ഇറങ്ങോളം ഈ ആലോചനയാണ്. ഇറങ്ങിയപ്പോഴാണ്ട് ഇറങ്ങിപ്പോ ഒരു സലാം പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ തന്നെ മടക്കാൻ പറ്റുമോ പറ്റൂല ആലോചിച്ചിട്ട് വേണം. കാരണം പരിശുദ്ധ ഖുർആൻ കൊണ്ട് അറിയപ്പെട്ടൊരു സത്യത്തിനെയാണ് നിഷേധിക്കുന്നത്. ഞാനിത് ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചരിത്രം പറയാന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാ. ചരിത്രം പറയാൻ പാടില്ല എന്ന് പറയുന്ന വ്യക്തിക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വലിയ സന്ദേശമാണിത്. ഇതുപോലും ചിന്തിക്കാതെയാണ് പലരും ഈ പേരും ഈ ലഘുലേഖ ഈ പ്രസംഗം കേട്ട് കണ്ട് രാജിവെച്ചു പോണത്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ശൈലി എങ്ങനെ, അതിന്റെ ഒഴുക്ക് എങ്ങനെയെന്ന് വരെ ആലോചിക്കാത്തവരാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ ഈ ഒരു പരിപാടി കൊണ്ട്, കമ്മുന്നല്ലൂർ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ. അതാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രിയമുള്ളവരെ, അപ്പൊ അതിന്റെ തെളിവുകളൊന്നും തോന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലേക്ക് ഇറങ്ങിയാൽ എത്ര മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് മുത്തുനബി സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. സഹാബത്തിനെ കൊണ്ടുനടന്ന് ഓരോ അനുഭവങ്ങളും ഓരോ സത്യങ്ങളും ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലത്തെ കിതാബുകളൊക്കെ സഹിയായ കിതാബുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ എത്ര ചരിത്ര പാഠങ്ങളാണ് ഹബീബ് റസൂലുള്ളാഹി ചരിത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാനാണ് ഈ ശൈലിയിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇനി നമ്മളെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് എന്റെ ഉസ്താദാണ് ബഹറുൽ ഉലൂം ശൈഖുന ഓക്കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ ശൈഖുനാന്റെ അടുത്ത് ശൈഖുന ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റക്ക് ചെന്നാൽ ശൈഖുന തുടങ്ങും. എന്താ തുടങ്ങല്? ശൈഖുനാന്റെ ശൈഖായ കൈപ്പറ്റ മമ്മൂട്ടുവല്ലൂർ പാപ്പാന്റെ ചരിത്രം. ഞാൻ മമ്മൂട്ടുവല്ലൂർ പാപ്പാന്റെ ചരിത്രം മുഴുവനും കേട്ടിട്ടുണ്ടത് ശൈഖുനാന്റെ നാവുന്ന കേട്ടിട്ടുണ്ട്. കൈപ്പറ്റ മമ്മൂട്ടുവല്ലൂർ പാപ്പാന്റെ കറാമത്തും ചരിത്രങ്ങളും ഒക്കെ ഇങ്ങനെ പറയും. അതുപോലെ തന്നെ ശൈഖുനാന്റെ മറ്റൊരു ശൈഖാണ് ആര്? അറക്കൽ കുഞ്ഞരക്കാര് മുസ്ലിയാർ, അറക്കൽ മൂപ്പര് അഥവാ കക്കിടിപ്പുറം പാപ്പാന്റെ ശൈഖായ അറക്കൽ കുഞ്ഞരക്കാര് മുസ്ലിയാരുടെ ബഹുമാനങ്ങളും ചരിത്രങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശൈഖുനാന്റെ മറ്റൊരു ശൈഖാണ് കാപ്പാട് ഉസ്താദ്. കാപ്പാട് പള്ളിയിൽ മുമ്പ് തന്നെ ഇറങ്ങുന്നിടത്ത് കാണാം, വല്യോലേരി എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുക. കാപ്പാട് ഉസ്താദ് വലിയ എന്റെ തെരീസോട് കൂടി എന്റെ വഫാത്തായപ്പോ എന്റെ ഉസ്താദ് എന്ന് പറയും. അലല്ലി തിലാക്ക് ഷെയ്ഖുന മൊലേര് എന്നോ ഷെയ്ഖ് ഉസ്താദ് എന്നോ പറഞ്ഞാൽ അത് കാപ്പാട് ഉസ്താദായിരിക്കും. ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദർരിസായി വഫാത്തായി കാപ്പാട് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഷെയ്ഖുന പറഞ്ഞ ചരിത്രം തന്നെ പിന്നെ ചൊല്ലുമ്പോൾ പിന്നെയും പറയും. ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാരണം? അത് ഖുർആനാണ്, അത് ഹദീസാണ്. അതിലാണ് ദീൻ ശരിക്കും നിലകൊള്ളുക. ദീൻ നിലനിൽക്കണമെങ്കിൽ ഇത് പാരായണം ചെയ്യണം. ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ പറയണം, പ്രകീർത്തിക്കണം, അത് കേട്ടുകൊണ്ടിരിക്കണം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മുടെ ജീവിതവും ആ മഹത്തുക്കളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം, ക്രമപ്പെടുത്തണം. എന്റെ ജീവിതവും ആ ജീവിതവും ഞാൻ താരതമ്യപ്പെടുത്തണം. ഇതിനു വേണ്ടിയാണ് മഹാനായ ശൈഖുനയെ പോലുള്ള ആളുകൾ അവരെ മഹാന്മാരുടെയും മശായിഖന്മാരുടെയും കറാമത്തുകളും വലിയ വലിയ സ്വഭാവങ്ങളും ചിട്ടകളും മട്ടങ്ങളും ഇങ്ങനെ സർവ്വസമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നത് ഈ ചരിത്രങ്ങൾ പറയൽ തന്നെയാണ്. ഈ ചരിത്രങ്ങൾ പറയലും പ്രകീർത്തിക്കലും തന്നെയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഇനിയിപ്പോ നമുക്ക് ആലോചിച്ചാൽ അറിയാം,
കമ്പുണ്ടല്ലൂർ പാപ്പാന്റെ ചരിത്രം നമ്മൾ അവതരിപ്പിക്കണോ പറയണ്ടേ? ഇത് ഖുർആനാണ്, ഹദീസാണ്. മുൻഗാമികളായ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന പദ്ധതിയാണ്. അതാണ് സുന്നത്തി ജമാഅത്തിന്റെ നേതൃത്വം നിരയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ SYS ഈ പ്രദേശത്തുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ ആത്മീയത നുകരാൻ വേണ്ടി നമുക്കൊക്കെ അവസരം ഒരുക്കി തന്നത് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. കമ്മ്യൂണൽ പാപ്പ ആരാന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ പ്രബന്ധം വായിച്ചു കഴിഞ്ഞു, പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഈ ആലിമീങ്ങൾ ഇങ്ങനെ പ്രകീർത്തിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഖുർആനാകട്ടെ ഇതൊക്കെ ഈ മഹത്തുക്കളുടെ ചരിത്രം എന്തിനാ പറയുന്നത്? അതിന്റെ ആവശ്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചത് വലിയൊരു മെമ്മറി പവറായിട്ടാണ് പഠിച്ചത്. ഈ മെമ്മറിയിൽ എന്തും എഴുതാൻ കഴിയും, എന്ത് സംഗതികളും ഈ മെമ്മറിയിൽ എഴുതാം. ഒരു പേനയും കടലാസും എടുത്ത് ഒരാളൊരു കടലാസിൽ എഴുതുന്നത് പോലെയാണ് നമ്മളെ മനസ്സ്. കേൾക്കുന്നത് എഴുതുകയാണ്, വായിക്കുന്നത് എഴുതുകയാണ്, പറയുന്നത് എഴുതുകയാണ്, ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിൽ എഴുതുകയാണ്. ഇങ്ങനെ നമ്മളെ മനസ്സാകുന്ന പേപ്പറിൽ നമ്മുടെ അഖിലാകുന്ന ബുദ്ധി കൊണ്ട് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യുകയാണ് നമ്മളെ മനസ്സിലെ വിഷയങ്ങൾ. ഈ പേപ്പറിൽ, ഒരു പേപ്പറിൽ നമുക്കറിയാലോ, ഒരു പേപ്പറിൽ പരിശുദ്ധ ഖുർആൻ എഴുതിയാല് ആ പേപ്പർ തൊടാൻ ഒന്നു വേണ്ടി വരും. അപ്പൊ എഴുതുന്ന വിഷയം ഖുർആനാണെങ്കിൽ അതിനെ തൊടാൻ ഒന്നു വേണം. അത് ചളിയിലിടാൻ പറ്റൂല, അത് തീ കൊടുക്കാൻ പറ്റൂല, അതിനെ നിന്ദിക്കാനോ പുച്ഛിക്കാനോ പറ്റൂ, അതിന്റെ നേരെ കാല് നീട്ടാൻ പറ്റൂല, അതിന്മേൽ ചവിട്ടി കയറി നിൽക്കാൻ പറ്റൂല. ഞാനൊരു നാടൻ ഉദാഹരണം പറയാണ്. അതേ സ്ഥാനം, അതേ പേപ്പറിൽ, അതേ മഷി കൊണ്ട് ഒരാളൊരു കഥ, ഡിറ്റക്റ്റീവ് നോവൽ എന്തെങ്കിലും ഉണ്ടാക്കി നിർമ്മിച്ചുണ്ടാക്കിയത് ഭാവനയിൽ നിന്ന് എടുത്തു എഴുതിയ കഥയാണ്. ലോകത്ത് ചിലപ്പോൾ നോവൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതൊരു നിർമ്മിതമായ കെട്ടുകഥയാണെന്നുള്ള നിലക്ക് ആ പേപ്പറിൽ പൊതിയാനെടുക്കാം, തീ കൊടുക്കാം, അത് വലിച്ചെറിയാം, കീറിക്കളയാം, എന്തും ചെയ്യാം. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ സമ്പൂർണമായി റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ മെമ്മറി പവറും എല്ലാ കഴിവും ഈ മനുഷ്യന് അല്ലാഹു തന്നിട്ടുണ്ട്. ആ മെമ്മറി പവറിൽ കൃത്യമായി പരിശുദ്ധ ഖുർആന്റെ ബഹുമാനം അനുസരിച്ച് എഴുതിയാൽ ആ മനുഷ്യനെ തൊടാൻ ഒന്നു വേണ്ടി വരും, ആ മനുഷ്യനെ കാണാൻ ഒന്നു വേണ്ടി വരും, ആ മനുഷ്യനുമായി സമ്പർക്കം പുലർത്താൻ നമുക്ക് ശുദ്ധി വേണ്ടി വരും. അതേ സ്ഥാനം മനുഷ്യന്റെ മെമ്മറിയിൽ ഇന്ന് മൊബൈലിലുള്ളത് പോലെ അനാവശ്യങ്ങളോ മോശത്തരങ്ങളോ വളരെയധികം വൃത്തികേടുകളാണ് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിറച്ചു വെച്ചത് എങ്കിൽ ആ മനുഷ്യന് ഒരു നിലയും വിലയും ഈ ലോകത്തുണ്ടാവില്ല, ഉറപ്പല്ലേ? ആ മനുഷ്യൻ വളരെ നിന്ദ്യനും നീചനും പുച്ഛിക്കപ്പെട്ടവനുമായി മാറും. ഇത് പൂർണ്ണമായി ലോകബുദ്ധി സമ്മതിക്കണ സത്യം. കുട്ടികൾ വർത്തമാനം പറയില്ല, വർത്തമാനം പറയുകയാണെങ്കിൽ പോയിക്കൊള്ളു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ലിപി കുറിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ മാത്രമൊന്നുമല്ല, ദുനിയാവിൽ വലിയ സ്ഥാനം ഉണ്ടാവും, മാനം ഉണ്ടാവും. അതിന്റെ പുറമെ മനുഷ്യ ഖബറിൽ എന്ന ഭയങ്കര ബഹുമാനം ഉണ്ടാവും. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 അമലുകളാണ് ബാക്കിയുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ആ മനുഷ്യൻ സമ്പാദിച്ച ഇൽമാണെന്ന് റസൂലുള്ളാഹി. പ്രധാനപ്പെട്ട ഒരു ഘടകം ഇൽമാണ്. ഇൽമുള്ള മനുഷ്യന്റെ ഇൽമു മുറിഞ്ഞു പോകൂല, അത് ഖബറിൽ ഉപകാരം ചെയ്യും. ചെല്ലിനോടത്ത് മുഴുവനും വലിയ സ്ഥാനാണ്. ഈ മനുഷ്യനെ കാണാനും തൊടാനും ഒക്കെ ഒന്നു വേണ്ടി വരും. തൊട്ടാൽ അതിനൊരു പൗറുണ്ടാവും, ചുംബിച്ചാൽ പൗറുണ്ടാവും. മുസാഫ് ചുംബിച്ച മാതിരിയാണ്. അപ്പൊ മനുഷ്യൻ മുസാഫായി മാറും. മുസാഫിന്റെ അതിലേറെ പവറിൽ മനുഷ്യൻ ഉയരും.
കാരണം മുസ്ഹഫിൽ ലിപി മാത്രമേ ഉള്ളൂ, പേപ്പറിൽ ലിപി മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യനിൽ ലിപി ഉണ്ടാവും, അർത്ഥങ്ങൾ ഉണ്ടാവും, സാരങ്ങൾ ഉണ്ടാകും, അത് ഉൾക്കൊള്ളുന്ന ജീവിതങ്ങൾ ഉണ്ടാവും മനുഷ്യൻ. അപ്പൊ മുസ്ഹഫിനേക്കാൾ പവറായി മനുഷ്യന് ഉയരാൻ കഴിയും. മനുഷ്യനിൽ ലിപി മാത്രമല്ല ഉണ്ടാകുക, അതിന് കെലിമാത്തുകളുടെ അർത്ഥങ്ങൾ ഉണ്ടാവും. അതിന്റെ ഉള്ളും പുറത്തുള്ള അർത്ഥങ്ങളും സാരങ്ങളും ഉൾക്കൊണ്ട ജീവിത പദ്ധതി ഉണ്ടാവും. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുസ്ഹഫ് ആകുമ്പോ മുസ്ഹഫിനേക്കാൾ പവറുള്ള മനുഷ്യനായി മാറും മനുഷ്യൻ. ഞാൻ വെറുതെ പറയല്ല, അത് ഉറപ്പാ. വലിയ പവർ മനുഷ്യനുണ്ടാവും. എന്താ സംശയം? കഫംപട വരെ കേടുവരില്ലാണ്. ഖുർആൻ 30 ജുസ് ഹിഫ്ളുള്ള ഒരാളെ മറമാടിയാല് അവന്റെ കഫംപട വരെ കേടുവരൂലെന്ന സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹിഫ്ളുള്ള വ്യക്തിയെ മണ്ണിൽ മറമാടിയാൽ അവന്റെ ശരീരത്തിന്, അവന്റെ ശരീരം പൊതിഞ്ഞ കഫംപടയെ മണ്ണിന് തിന്നാൻ കഴിയൂല. മണ്ണിന് ഹറാമാണ്, മണ്ണ് ഭക്ഷിക്കൂല. അത്ര പൗരാണ് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ. അതിലേറെയാണ് അതിലുള്ള വിഷയങ്ങൾ ഉൾക്കൊണ്ടാൽ വലിയ ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പദവി. അപ്പൊ അൽഹംദുലില്ലാഹ് കുറ്റൂര് കമ്മൂട്ടൂരിൽ വഫാത്തായിട്ടിപ്പോ 1354 വഫാത്തായ മഹാനാണ്. ഇത് 1443. അപ്പൊ 100 എന്നൊരു 11 വർഷം മതി. എന്നാ 89 വർഷം കഴിഞ്ഞിട്ടും കമ്മുണ്ടല്ലരിപ്പാപ്പയെ നമ്മൾ എന്ത് ചെയ്യാണ്? ലോകത്ത് മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യാണ്? മായാതെ മങ്ങാതെ പ്രകീർത്തനങ്ങൾ നടത്തുകയാണ്. എന്താ കാരണം? ബഹുമാനപ്പെട്ടവരുടെ ഹൃദയം സമ്പൂർണമായി പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ആദർശ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ജീവിത പദ്ധതിയുമാണ് കമ്മുണ്ടല്ലരിപ്പാപ്പ. അതാണ് കമ്മുണ്ടല്ലരിപ്പാപ്പാന്റെ പേര് വർഷങ്ങൾ കഴിയും തോറും ഉയർന്നു വരുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ മരിച്ചാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ നമ്മൾ കബർ എവിടെയെന്ന് വരെ ഓർമ്മ ഉണ്ടാവുമോ? എൻ്റെ നാട്ടിൽ ഞാൻ ഒരേ വെള്ളിയാഴ്ച അങ്ങനെ ജുമാക്ക് കൂടുതലൊക്കെ കൂടിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നുകാണ്ട് പറഞ്ഞു, വല്യപ്പാന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരണം. വല്യമ്മ പറഞ്ഞാണ് നിങ്ങളന്ന് വരും, ജുമാക്ക് വരുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ അത് സിയാറത്ത് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ധൃതിയിൽ പോവുകയാണ്. നിങ്ങൾ തന്നെ ഞാൻ നടക്കുന്നില്ല. സിയാറത്ത് 6 മാസമായിട്ടുള്ളൂ മരിച്ചിട്ട്. ചെന്നിട്ട് ഇപ്പം നിങ്ങൾ തേരിയാണ് അവിടെ. അപ്പൊ എന്താ ഈ തേരി? ഉസ്താദ് എവിടെ അങ്ങനെ ഒരു ഈന്തുണ്ടായിരുന്നു. ഈന്ത് കാണാനൊക്കെ അതിവിടെ കാണാനില്ല. ഈന്ത് അടയാളം വെച്ചതാ, ഈന്ത് മുറിച്ചു വയ്ക്കില്ല. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ മരിച്ചാല് നമ്മളെ കുട്ടികളാകട്ടെ പേരക്കുട്ടികളാവട്ടെ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഞമ്മക്കൊക്കെ വരാനുള്ളത് ഇപ്പൊ എന്താണ്? അള്ളാഹ് നമുക്ക് കൊടുത്തു തരട്ടെ, അവൻ ഓശാരമായിട്ട് തരട്ടെ. നമ്മൾ ചെയ്ത അമലുകൊണ്ടും ഇൽമുകൊണ്ടും വല്ലതും കിട്ടുന്നൊന്നും ഇപ്പൊ ഉറപ്പിച്ചു കൊടുക്കാൻ വയ്യ. കമ്മുണ്ടല്ലരിപ്പാപ്പൻ എപ്പോഴും ലോകം എന്ത് ചെയ്യാണ്? പ്രകീർത്തിക്കുകയാണ്. ആ പേരും നാമം പണ്ഡിത ലോകം പുറത്തു കൊണ്ടുവരികയാണ്. അവർക്ക് ഫാത്തിഹ ഓതുകയാണ്, യാസീൻ ഓതുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെ ആ പരിശുദ്ധ ഖുർആൻ ശരിക്ക് ഫീഡ് ചെയ്താൽ, അതുകൊണ്ട് നമുക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളെങ്കിലും പഠിപ്പിക്കുക. ഖുർആനായിട്ട് ശരിക്ക് ബന്ധപ്പെട്ട മക്കളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക. അതിനാണ് SYS, അതിനാണ് SSF. SYS കഴിയുമ്പോൾ മുസ്ലിം ജമാഅത്ത്, എല്ലാ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത് സമൂഹത്തിനെ ഈ ഖുർആനാകുന്ന മഹത്തായ വെളിച്ചത്തിന്റെ ആ പ്രകാശ കിരണത്തിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള കൂട്ടായ്മയാണ് ഈ സംഘടിത മുന്നേറ്റം. ഈ സംഘടിതമായ പ്രവർത്തനാധീനാണ്. അതുകൊണ്ട് ഈ കൂട്ടുകെട്ടിലൊക്കെ നിന്ന് ഇതിൽ നിന്നൊക്കെ കിട്ടേണ്ടതായ ആദർശവും ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് കമ്മുണ്ടല്ലരിപ്പാപ്പയെ മുൻനിർത്തി ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ടവർ 1354 വഫാത്തായി. ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോൾ ഹിജ്റ വർഷം അനുസരിച്ച് 1443 മൈനസ് ചെയ്താൽ
എത്ര ഉണ്ട്? 89 വർഷമായി ബഹുമാനപ്പെട്ട. അതേസമയം ജനിച്ചത് 1270-ലാണ്. 84 വർഷം ബഹുമാനപ്പെട്ടവർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അതിൽ 50 കൊല്ലവും ദർസായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതുവരെ പഠനം. അപ്പൊ 30 വയസ്സിന് ശേഷമാണ് ദർസ് തുടങ്ങുന്നത്. അതുവരെ പഠനം തന്നെ, പഠിക്കുക. ആദ്യമായിട്ട് എൻ്റെ ഉപ്പ പോക്കറുമല്ല, ചെള്ളപറമ്പൻ, അങ്ങനല്ലേ കുടുംബ പേര് അല്ലേ? ആ ചെള്ളപറമ്പൻ പോക്കർ മുസ്ലിയാരാണ്. ഇത്തീമ ഉമ്മയാണ് ഉമ്മ. ആ ദമ്പതികൾക്കാണ് ഈ കുഞ്ഞ് ജനിച്ച. ആ മാതാപിതാക്കളെ ദർജ എത്ര? ഒരു മകൻ ആലിമായാല് യഹ്യയിൽ കൊടുത്തൊരു ഹദീസാണ്. അവന്റെ ഉമ്മാനി പാപ്പാനി നാളെ പരലോകത്ത് കൊണ്ടുപോയി. ആലിമിന്റെ പരലോകത്ത് കൊടുത്തിട്ട് ആ ഉമ്മാക്കും പാപ്പാക്കും മകൻ ആലിമായതിന്റെ പേരിൽ ഒരു കിരീടം വെച്ചു കൊടുക്കും. ആ കിരീടത്തിന്റെ പ്രകാശം എത്ര അറിയും? ഈ പകലുദിക്കുന്ന സൂര്യൻ കൂടെ ഇറങ്ങി വന്നിട്ട് ഈ റൂമിൽ ഉദിച്ചാൽ ഈ റൂമിൽ എത്രമാത്രം പ്രകാശം ഉണ്ടാകും, അത്ര പ്രകാശമായിരിക്കും ആ കിരീടത്തിന്. ഇതൊരു ആലിമിന്റെ വാപ്പാക്കും ഉമ്മാക്കും നാളെ പരലോകത്ത് കിട്ടാൻ പോണ ദർജയാണ്. എങ്കിൽ ആലിമിന്റെ ദർജ എത്രക്കാരാ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മക്കളൊക്കെ ആലിമീങ്ങളാക്കാൻ നോക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനൊക്കെ ഈമാനൊക്കെ നിലക്കുള്ളൂ. ഭൗതികമായ ലോകത്തേക്ക് വല്ലാതെ ഇറക്കി വിട്ടാല് പിടുത്തം കിട്ടാത്ത ഒരു ലോകത്താണ് പിഞ്ഞി പോകാൻ പോകുന്നത്. കാരണം വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം കൂടി വളർന്നു. ഇപ്പോ ഈ മൊബൈലേറെ സാധനം മുത്താലിമീങ്ങളോട് പറയലെന്നെ അത് കക്കൂസിന്റെ മാതിരിയാണെന്നാ പറയും. കക്കൂസ് വാപ്പാക്ക് വേണം, ഉമ്മാക്ക് വേണം, വെല്ലിപ്പാക്ക് വേണം, വെല്ലിമ്മാക്ക് വേണം, മൂലയർക്ക് വേണം, തങ്ങൾക്ക് വേണം, കാലിയർക്ക് വേണം, മുദരിസിന് വേണം, കുട്ടിയാൾക്ക് വേണം, എല്ലാവർക്കും കക്കൂസ് വേണം. അതുപോലെ ഇതിനിപ്പോ മൊബൈൽ എല്ലാവർക്കും വേണം. പക്ഷെ പെരയിൽ ഇരിക്കാൻ സ്ഥലമില്ലാന്ന് വിചാരിച്ച ആരും കക്കൂസ് പോയി ഇരിക്കലില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രമേ കക്കൂസിൽ പോകുള്ളൂ. അതുപോലെ ആവണം മൊബൈല്. ഇത് ആവശ്യമില്ലാതെ വെറുതെ ഇതേറ്റ് കുത്തർക്ക് മനുഷ്യന്മാരോട് തൊഴില 24 മണിക്കൂർ ഇതിങ്ങനെ തോണ്ടി മൂലം. ഞാൻ കണക്കന്നെ കുറ്റപ്പെടുത്തല്ല. മുദരിസ് പെന്നാള് വന്ന് കയറിന് കൊറോണ കാലത്ത്. ഉസ്താദെ, ഞാൻ എത്ര എന്റെ മനസ്സ് നിയന്ത്രിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ അവർക്കും ഇവർക്കൊക്കെ തോണ്ടി പോവാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെട്ട് എത്ര സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളാണ് യുക്തിവാദികളായി മാറുന്നത്, നിരീശ്വരവാദികളായി മാറുന്നത്. നിങ്ങൾക്ക് അറിയാം സംഭവം. ജാമിയ നുസ്രത്തിൽ എത്ര വ്യാപാരാണ് മക്കളേറ്റ് വരുന്നത്. ഉസ്താദേ, ഇവൻ നല്ല സജീവ പ്രവർത്തകനായിരുന്നു, ഇപ്പൊ എന്താന്നാവും ഇവന് വിശ്വാസമൊക്കെ പോയിക്കണം, നിൽക്കേരിച്ചൂല. എന്ത് പെരിയിൽ എന്ത് ചെയ്താലും ഇവന് പറ്റൂലപ്പോ. നിങ്ങൾ ഇവനൊന്ന് പറഞ്ഞു കൊടുക്കിയെന്ന് പറഞ്ഞിട്ട് എത്ര വ്യാപാരാണ് മക്കളെ കയ്യും പിടിച്ച് വരുന്നത്. നല്ല സുന്നത്തി ജമാഅത്തിന്റെ പാരമ്പര്യമുള്ള കുടുംബത്തിൽ സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നതിന്റെ കാരണം മൊബൈലിന് എഡിറ്റായി മാറി. ഇപ്പൊ ഈ മൊബൈലിൽ ഒരു ഹലാക്കുണ്ട്. പെരക്കാരിൽ പെരയിൽ ഇങ്ങനെ ഒഴിഞ്ഞു കുത്തിർക്കുമ്പോഴേ ഒരു പണി, എനിക്കൊക്കെ ഒരു പണിയുണ്ട്. യൂട്യൂബ് ചാനൽ ഒരു ചാനൽ തുടങ്ങാം. എന്നിട്ട് ആരാന്റെ അയബും കുറവും, എവിടെയാണ് എന്തൊക്കെ വൃത്തികേട്, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക, പറയാ, ഇതൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ഇടുക, ഇതിങ്ങനെ കണ്ടു ഉത്തർക്കുക. ഇതിന്റെ ഒരു വാക്താക്കളായി മാറിയ സമൂഹം. എന്ത് ഖുർആനപ്പുള്ളത്, നമ്മൾ പഠിച്ച എന്താ ആദർശപ്പുള്ളത്. ഈ ഒരു അവസ്ഥയിൽ സമൂഹം എത്തിപ്പെട്ട് ലോകത്ത് എന്തെല്ലാം കുലുമാലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം. പരസ്യമായി പറയാൻ പറ്റിയതും പറ്റാത്തതുമായ സംഭവങ്ങളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ചരിത്ര അവലോകനം ഒന്ന് പഠിക്കുക. ഇപ്പൊ ഖുർആന്റെ മാസം റമദാനാണ് വരുന്നത്. കമ്മുണ്ടല്ലൊരു പാപ്പാന്റെ ഹൃദയം ഖുർആനായി മാറി. ആദ്യമായി ഇൽമു പഠിച്ച് സ്വന്തം പാപ്പ പോക്കരുമല്ല, മൊല്ല കുടുംബം ആദ്യം എന്താ പഠിക്കുക? അലിഫ പഠിപ്പിക്കുക. അങ്ങനെ അലിഫ് പഠിപ്പിച്ച് അങ്ങനെ പഠിപ്പിച്ച് ഓത്തുപള്ളി, തൻ്റെ പെരേന്നെ ഓത്തുപള്ളിയായിരുന്നു എന്നാണ്. താൻ ജനിച്ച വീട് തന്നെ ഓത്തുപള്ളിയായിരുന്നു. ആ ഓത്തുപള്ളിയിൽ പലകോത്ത് എന്ന് പറയപ്പെടുന്ന ഓത്താണ് പഴയ കാലത്തുണ്ടാകുക. അതിനൊരു പ്രത്യേകമായ ശൈലിയൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ഒരു ഉച്ചാരണ ശൈലിയൊക്കെ ഉണ്ട്.
അതൊക്കെ പഴയ ആളുകൾക്ക് അറിയും. അങ്ങനെ ഓത്തുപള്ളിയിൽ പഠിച്ച മഹാനവറുകള് സ്വന്തം ബാപ്പാന്റെ കൂടെ കൃഷിപ്പണിക്കാണ് ആദ്യം ഇറങ്ങിയത്. ഓത്തൊക്കെ പഠിച്ചപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ചിന്താധാരയിൽ ഇതിങ്ങനെ വെറുതെ ജീവിതം ഇങ്ങനെ കൃഷിപ്പണിയും കുറെ ആയിട്ട് തീർന്നാ പോരാ, എനിക്കെന്തെങ്കിലും എൽമ പഠിക്കണമെന്നുള്ള ഒരു പ്രത്യേകമായ ചിന്ത ഉടലെടുക്കുകയും അങ്ങനെ മഹാനവറുകള് കിതാബ് ഓതാൻ ദർസിലോതാൻ പോവുകയുമാണ് ആദ്യമായി ചെയ്തത്. ആദ്യമായി തന്റെ വിജയത്തിന്റെ കാലെടുത്ത് വെപ്പ് തന്നെ ദർസാണ്, പള്ളി ദർസാണ്. തിരൂരങ്ങാടി നടുവില പള്ളിയിൽ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന മഹാപണ്ഡിതന്റെ ഹദറത്തിലേക്കാണ് ആദ്യമായി ദർസിൽ പഠിക്കാൻ വേണ്ടി പോയത്. അന്ന് ഇന്നത്തെ മാതിരിയല്ല, വർഷങ്ങളോളൊക്കെ ഓതണം കിതാബുകൾ. അതെന്നെ തഫ്സീറും മിഷ്കാത്തൊക്കെ ഓതുള്ളൂ. പക്ഷെ അത് ഓതിയ മതി. അന്നത്തെ ഓത്തനുസരിച്ച് ആ ഓത്ത് ഓതിയാൽ തന്നെ എല്ലാം അന്നത്തെ പണ്ഡിതന്മാർക്ക് അറിയും, എല്ലാ ഫന്നും. ആ നിലക്കാണ് അന്നത്തെ ഓത്തുകൾ. അങ്ങനെ ഓതി വർഷങ്ങളോളം ഓതി. ബഹുമാനപ്പെട്ടവർ പല ഉസ്താദന്മാരുണ്ട്. പ്രധാനപ്പെട്ട ഉസ്താദ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അങ്ങനെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അബ്ദുൽ ബാരി പാപ്പാന്റെ വാപ്പ വായാമുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ്, പുതുപ്പറമ്പ്. അതുപോലെ തന്നെ പുത്തമ്പള്ളി പാപ്പാന്റെ ഉസ്താദ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ് സൈനുദ്ദീൻ റംലി എന്ന് പറയപ്പെടുന്ന മഹാവലി ആരുടെ ഉസ്താദാണ്? കമ്മുനല്ലൂർ പാപ്പാന്റെ ഉസ്താദാണ്. കമ്മുനല്ലൂർ പാപ്പ സൈനുദ്ദീൻ റംലിന്റെ ശിഷ്യന്മാരൊക്കെ വലിയ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്. ആ സൈനുദ്ദീൻ റംലി ആരുടെ ഉസ്താദാണ്? കമ്മുനല്ലൂർ പാപ്പാന്റെ ഉസ്താദാണ്. അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹത്തുക്കള്. ചാലിലകത്തെ ആലസം മുസ്ലിയാർ, ഇത് കമ്മുനല്ലൂർ പാപ്പാന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഉസ്താദാണ്. അവരൊക്കെ ചരിത്ര സെമിനാറിൽ കൊണ്ടുവരണം. ചരിത്രങ്ങൾ എവിടെ ഉള്ളതിനെ നമ്മൾ കണ്ടെത്തണം, പഠിക്കണം. വാമൊഴി മാത്രമാക്കാതെ വരമൊഴിയാക്കണം, എഴുതി റെക്കോർഡ് ചെയ്യണം. നമ്മൾ ഇതിലെ പിൽക്കാലത്തുള്ള ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ കിട്ടുള്ളൂ. ഇപ്പൊ കണ്ട പ്രബന്ധം വായിച്ചപ്പോ വന്മള ഉസ്താദ് ചോദിച്ചു, ഇതിന്റെ കോപ്പി ഒന്ന് തരുമോ? ഇൽമ അന്വേഷിക്കുന്നവരങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ച പ്രബന്ധത്തിന്റെ കോപ്പി ഒന്ന് തരുമോ? പഠിക്കുന്നവരങ്ങനെയാണ്. അങ്ങനെ ഒരു വലിയ വലിയ മഹാന്മാരെ രഥന്മാരാണ്, ഔലിയാക്കളെ പോലത്തെ ആളുകളാണ് കമ്മുനല്ലൂർ പാപ്പാന്റെ ഉസ്താദ്. അവരൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം ഒപ്പിയെടുത്ത് പഠിക്കുകയാണ്, വെറും പഠനമല്ല. ഉസ്താദിനെ ഒപ്പിയെടുത്ത് ജീവിക്കുകയാണ്. അന്നത്തെ മുത്താലിമീങ്ങളെ ശൈലി അങ്ങനെയാണ്. ഉസ്താദിനെ ഒപ്പിയെടുത്ത് ജീവിക്കുന്ന ശിഷ്യന്മാരാണ് അന്നുള്ളത്. അങ്ങനെ വർഷങ്ങളോളം അവർ ഒഴിഞ്ഞിരുന്ന് 10, 30, 34ഓളം വയസ്സ് വരെ പഠിച്ചു. പിന്നെ പൊന്നാനി പള്ളിയിൽ വിളക്കത്തിരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതാണ് അന്നത്തെ സനത്. അന്ന് ബാക്കവി, അതുപോലെ തന്നെ ഫൈസി, സഖാഫിൻ, ദാരിമി, ഇതൊന്നും അന്നില്ല. പൊന്നാനി വിളക്കത്തിരിക്കുക. അവിടുന്ന് കിട്ടുന്ന പദവിന്റെ പേരാണ് മുസ്ലിയാർ. ഈ മുസ്ലിയാരി എന്ന് പറഞ്ഞ ഈ ഇസ്മില് പണ്ഡിതന്മാരുടെ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരഭിപ്രായം, ബലപ്പെട്ട അഭിപ്രായം അത് തന്നെയാണ്. മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അസ്ലായുസിലി എന്ന് പറയപ്പെടുന്ന അറബി പദം. തസ്ലിയത്ത് എന്നുണ്ടല്ലോ, സമാധാനിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. തസ്ലിയത്തുല്ലഹും, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്ന് പറയില്ല. അതിനുള്ളതാണ് അസ്ല അഫ്ആല ബാബാണ് അസ്ലായുസിലി. അതിന്റെ ഇസ്മു ഫായിലാണ് മുസ്ലി. അതിനെ തലീമാക്കിയാണ് കാലിനെ തലീമ കാലിയാർ എന്നറിയും. ഒരു യാർ കൂട്ടി കൊടുക്കും. കാലിയാരെ ബഹുമാനിച്ചിട്ട് പറയും കാലിയാർ. അങ്ങനെ മുസ്ലി എന്നതിനെ ബഹുമാനിച്ച് പറയുന്ന പേരാണെന്ത്? മുസ്ലിയാർ. മുസ്ലിയാർ, അതാണ് മുസ്ലിയാർ. ഞാൻ വേറൊരു ആലിമ് പ്രസംഗിക്കുന്നത് കേട്ടതാണ്. പുത്തമ്പള്ളിയിൽ ഉറൂസിന്റെ ഞാൻ അന്ന് മുത്താലിമാണ്, അന്ന് പ്രസംഗിക്കുന്നുണ്ട്. അസ്ലഹ യുസ്ലിഹ്, മുസ്ലിഹ്, മുസ്ലിഹ് എന്നാണ്. എന്നിട്ട് പിന്നെ അതിൽ താലീമ് കൂട്ടിയതാണ് മുസ്ലിഹാർ. അങ്ങനെ മുസ്ലിയാരായതാണ്. അതിനെക്കാളും മറ്റാണ്. എന്നാ പിന്നെ അക്ഷരം മാറ്റുന്ന പ്രശ്നം ചെയ്യും. മുസ്ലിയാർ പിന്നെ അക്ഷരം മാറുന്നില്ല. ഈ രണ്ടാണെങ്കിലും അർത്ഥത്തിലൊക്കെ ഒക്കും. ഇങ്ങനെയാണ് മുസ്ലിയാരി എന്ന് പറഞ്ഞപ്പോൾ പൊന്നാനി വിളക്കത്തിൽ എന്ന് കിട്ടുന്ന പട്ടം.
സ്ഥാനപ്പേന. അങ്ങനെ വിളക്കത്തിരുന്ന് ഊതി അവിടുന്ന് ആ പട്ടം വാങ്ങി. അപ്പൊ മഖ്ദൂം തങ്ങളുടെ പാരമ്പര്യത്തിലുള്ള വലിയ സനത് കിട്ടിയ മുദരിസായി. പിന്നെ വന്നിട്ട് ദർസ് തന്നെ ബഹുമാനപ്പെട്ടവർ. ദർസ് എന്ന് പറഞ്ഞാൽ വെറും ദർസ് മാത്രമല്ല, നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവനും അത്താണിയാണ്. ബഹുമാനപ്പെട്ടവർ ഇപ്പൊ ബന്ധത്തിൽ വായിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുണ്ടോട്ടിക്കടക്ക് മുസ്ലിയാരങ്ങാടി എന്ന് പറയപ്പെടുന്ന അവിടെയാണ് തന്റെ അസല് കുടുംബം. അവിടുന്നാണ് വേങ്ങരക്കാറ്റ് കുറ്റൂര് ബഹുമാനപ്പെട്ടവരുടെ കുടുംബം എത്തിയത്. കുറ്റൂര് വന്നിട്ട് ഇവിടെ 1270 ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ബഹുമാനപ്പെട്ടവരുടെ ജനനം അങ്ങനെയാണ്. അങ്ങനെ ജനിച്ചു വന്ന ബഹുമാനപ്പെട്ടവർ ഈ പൊന്നാനിയിൽ പോയിട്ട് വിളക്കത്തിരുന്ന് അവിടുന്ന് വലിയ മുസ്ലിയാരായി വന്നു. പിന്നെ ദർസ് തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങൾ ദർസ് നടത്തിയിട്ടുണ്ട്. പല സ്ഥലവും പറഞ്ഞു. തലക്കെടുത്തൂര് 38 വർഷമാണ്. തലക്കെടുത്തൂർ ചരിത്രം പെൺമളസ്ഥാവ് പറഞ്ഞല്ലോ. 38 വർഷം, 50 വർഷമാണ് ദർസ് നടത്തിയിട്ടുള്ളത് ചരിത്രപരമായി. അതുകൊണ്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. 50 വർഷത്തോളം, അര നൂറ്റാണ്ട് ദർസ് നടത്തി. വഫാത്ത് വരെ ദർസ് തന്നെ. അതിൽ വഫാത്താകുന്ന തലക്കെടുത്തൂർ ദർസ് നടത്തുമ്പോൾ 38 കൊല്ലം. വെന്നിയൂര് നടത്തിയിട്ടുണ്ട്, വൈലത്തൂര് ചെലവിൽ നടത്തിയിട്ടുണ്ട്, ചെല്ലൂര് നടത്തിയിട്ടുണ്ട്, പൂയിക്കുത്ത് നടത്തിയിട്ടുണ്ട്, ചെറുവണ്ണൂർ പൂയിക്കുത്ത് എന്ന് അറിയപ്പെടുന്ന പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ദർസ് കൊണ്ട് അറിയപ്പെട്ട പല മഹല്ലുകളിലും കമ്മ്യൂണിൽ പാപ്പ ദർസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദർസ് നടത്തിയത് തലക്കെടുത്തൂരിലാണ്. 300-ലധികം മുത്തഅല്ലിമീങ്ങൾ ഓതിയിരുന്ന ദർസാണത്. മഹാനായ വെമ്മുണ്ടിലൊരു പാപ്പാന്റെ അടുത്തുനിന്ന് ഇർഷാദുൽ യാഫി ഓതിയവർ മുഴുവൻ ഔലിയാക്കളാണെന്നും അതിലൊരാളാണ് ഞാൻ എന്നും വടകര അമ്മദാജി പാപ്പ പറഞ്ഞിട്ടുണ്ട്. അമ്മദാജി പാപ്പ തലക്കെടുത്തൂർ ഓതാൻ വന്നത് കമ്മുണ്ണല്ലൂർ പാപ്പാന്റെ മുരീദാകാൻ വേണ്ടി വന്നതാണ്. കമ്മുണ്ണല്ലൂർ പാപ്പ വെറും മുദരിസ് മാത്രമല്ല, മുറബ്ബിയായ ശൈഖ് കൂടിയാണ്. ഓരോ ആളുകളെയും തർബിയത്ത് ചെയ്യേണ്ട ഹക്കനുസരിച്ച് കൃത്യമായി ആത്മീയമായ ശിക്ഷണം നടത്തിയ മഹാനാണ് കമ്മുണ്ണല്ലൂർ പാപ്പ. നാട്ടുകാർക്ക് മുഴുവൻ അത്താണിയായിരുന്നു കമ്മുണ്ണല്ലൂർ പാപ്പ. കമ്മുണ്ണല്ലൂർ പാപ്പ എന്ന് പറയും, കമ്മുണ്ണി ഷെയ്ഖ് എന്ന് പറയുന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. കുറ്റൂര് കമ്മുണ്ണല്ലൂർ എന്ന് പറയും. നമ്മൾ ആ മൂലൂർ പാപ്പ തന്നെ പറഞ്ഞാൽ മതി. കുണ്ടൂർ ഉസ്താദ് അങ്ങനെ മാത്രമേ പറയുള്ളൂ. പാപ്പൂലൂർ പാപ്പ, കമ്മുണ്ണല്ലൂർ പാപ്പ ഇങ്ങനെ ബഹുമാനിച്ചിട്ടേ ഓലൊക്കെ പറയുള്ളൂ. ഓക്കെ ഉസ്താദ് അങ്ങനെ പറയുള്ളൂ. കൈപ്പറ്റ അമ്പൂട്ടൂലൂർ പാപ്പ അങ്ങനെ മൂലൂർ പാപ്പ എന്ന് കൂട്ടിയിട്ടേ ഓലൊക്കെ പറയുള്ളൂ. ഓൽക്കൊന്നും പറയാൻ പറ്റാത്ത ഒന്ന് ഞമ്മക്ക്, ഓൽക്കൊക്കെ പറയാൻ പറ്റണത് ഞമ്മക്ക് പറയാൻ പറ്റാതിരിക്കാൻ പറ്റൂല. നമ്മളതിലേറെ പറയാം മൂലൂർ പാപ്പ എന്നുള്ളത്. അങ്ങനെ തെളിമാക്കിയിട്ട് തന്നെ സംസാരിക്കണം. കമ്മുണ്ണല്ലൂർ കമ്മുണ്ണല്ലൂർ എന്ന് അങ്ങനെയല്ല നമ്മൾ പറയാം. കമ്മുണ്ണല്ലൂർ പാപ്പ എന്ന് തന്നെ പറയാം. അതാണ് ബഹുമാനം. അള്ളാഹു ബഹുമാനിക്കുന്ന നാവ് നമുക്കുള്ള തരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ബഹുമാനപ്പെട്ടവരൊരു മുറബ്ബിയായ ശൈഖിന്റെ മർത്തബയിലാണ് ഈ കുറ്റൂരിലും ഈ പരിസര പ്രദേശങ്ങളും അതിന്റെ അടിയിൽ പല സ്ഥലത്തും ദർസ് നടത്തി. വെന്നിയൂര് ഇവിടെ ഒക്കെ ഉള്ള ആളുകൾ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലൂർ പാപ്പാന്റെ അടുത്തേക്കാണ് അന്ന് പാഞ്ഞു വരിക. അന്ന് ഇന്നത്തെ പോലെ ഹോസ്പിറ്റലുകളില്ല, ഇന്നത്തെ പോലെ പ്രശ്നപരിഹാര കോടതികളില്ല. അതിനൊക്കെ വരാനുള്ളത് പള്ളിക്കല മൂലൂരുടെ അടുത്തേക്കാ വരിക. ഉസ്താദ് പറഞ്ഞതിന് അന്നത്തെ ആളുകൾക്ക് തീരുമാനം. അങ്ങനെ കമ്മുണ്ണല്ലൂർ പാപ്പ 300-ലധികം ഔലിയാക്കളെ വാർത്തെടുത്ത് ദർസിൽ കൂടി. വടകര അമ്മദായി പാപ്പൊക്കെ വലിയാണ്. അമ്മദായി പാപ്പാന്റെ ദർസില്, കമ്മുണ്ണല്ലൂർ പാപ്പാന്റെ ദർസില് തലക്കെടുത്തൂര് ഓതുമ്പോ അമ്മദായി പാപ്പാക്ക് അൽഫി ഓതി കൊടുത്തിരുന്ന ആളാണ് ആര്? കമ്മുണ്ണല്ലൂർ പാപ്പാന്റെ ശിഷ്യൻ തന്നെയായ കറുത്ത ഈരാൻകുട്ടിയില്ലേ തലക്കെടുത്തൂര്. ഇപ്പൊ ജീവിക്കുന്ന അഹമ്മദ് മൊഹീദ്ദീൻ മൂലരൊക്കെ ബാപ്പ. അഹമ്മദ് മൊഹീദ്ദീൻ മൂലേർ എന്ന് പറയാം, അവരൊക്കെ ഉപ്പ. കറുത്ത വീരാൻകുട്ടിയല്ലേ എന്നാണ് മൂപ്പര് അറിയ. മൂപ്പര് വലിയ മഹാനാണ്. കറുത്ത വീരാൻകുട്ടിയിലൊരു കമ്മുണ്ണല്ലൂർ പാപ്പ തലക്കെടുത്തൊരു ഖത്തീബാക്കിയിട്ട് നാട്ടുകാരൻ തന്നെയാണല്ലോ കുത്തുപോതുന്നത്. അപ്പൊ ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു വീരാൻകുട്ടിയിലെ ഒരു പുച്ചിക്കല് നാട്ടിൽപ്പെട്ട ഒരാളെ തന്നെ ഖത്തീബാക്കിയത്. ഇത് കമ്മുണ്ണല്ലൂർ പാപ്പ അറിഞ്ഞപ്പോ പിറ്റത്തെ വെള്ളിയാഴ്ച കമ്മുണ്ണല്ലൂർ പാപ്പ അവിടെ ജുമാക്ക് കൂടിയെന്ന
അപ്പൊ കമ്മുണ്ണിലെ പാപ്പാന്റെ ജുമാക്കാശം പ്രസംഗിച്ചതെന്താ? വീരാൻകുട്ടിനെ പേടിച്ചോണ്ടിട്ടാന്നാ. അതോടുകൂടി ജനങ്ങൾക്ക് പേടിയായി. വീരാൻകുട്ടിനെ പേടിച്ച് വീരാൻകുട്ടിയെല്ലാരെ പേടിച്ചോണ്ടിന്നാ പറഞ്ഞത്. അങ്ങനത്തെ ആളാണ് കർക്ക വീരാൻകുട്ടിയിൽ. മൂപ്പര് കുട്ടികൾക്ക് ഓടി കൊടുക്കുമ്പോൾ മൂപ്പർക്ക് ഒരു നിർബന്ധം ഉണ്ട്, ഓടി കൊടുത്തത് അതേമാതിരി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നല്ല അടി കൊടുക്കും. കൃത്യമായി നല്ല വെട്ടു വെച്ചു. ഒന്നിപ്പോ അടിക്കാൻ പറ്റൂല്ലോ, അടിച്ചാ പോസ്കോ അല്ലേ. ഞാൻ പിന്നെ ആ കടക്കലെടുക്കല്ല, കൊടുക്കല, നല്ല കൊടുക്കല വല്ലോടെ പറയും. ഇപ്പോൾ പോസ്കോക്കെ പോകുമ്പോൾ എന്നോട് പറയണ്ട, ഞാൻ പോരണ്ട് പറഞ്ഞു കണ്ട കൊടുക്കല്. മുത്താലിമീങ്ങൾക്കും മക്കൾക്കും കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിലേ പല അബദ്ധങ്ങളും അതുകൊണ്ട് വന്നു ചെയ്യും. അത് കൊടുക്കുക തന്നെ വേണം. അതിനർത്ഥം വെറുതെ അങ്ങനെ എന്നാൽ ആ തല്ലിട്ടികൾക്കൊക്കെ വലിയ മഹബത്തുമാണ്, വലിയ സ്നേഹമാണ്. അങ്ങനെയാണ് അനുഭവമുള്ളത്. വെറുതെ അങ്ങനെ പോലെ ഒരു വലിയ ആൾക്കാരാണ്, വലിയ മഹാന്മാരാണ്. മുത്താലിമീങ്ങൾ സ്ഥാനം കൊടുക്കുന്നതല്ല. അപ്പൊ കമ്മ്യൂണിലർ പാപ്പാന്റെ ദർശനം നല്ല തല്ലിട്ടു വന്നു. അപ്പൊ ഒന്ന് അല്പം കൊടുത്തിരുന്ന ആളാണ് ആര്? വീരാൻകുട്ടിയിലെ. ഒരു ദിവസം കമ്മ്യൂണിലർ വീരാൻകുട്ടിയിലെ വിളിച്ചത്ര, വീരാൻകുട്ടിയിലെ ഇവിടെ വരികയാണ്. പേടിച്ചിട്ടാൽ ഉസ്താദല്ലേ, എന്തിനാ വിളിക്കണമെന്ന് അറിയില്ല. പേടിച്ച് ഇങ്ങനെ ചെന്നപ്പോ വീരാൻകുട്ടിയിലോട് പറഞ്ഞു, നിങ്ങൾ ആ വടക്കം മമ്മീനെ വല്ലാതെ അടിക്കണ്ട. വടക്കം മുഹമ്മദ് പറഞ്ഞ ആരാ? മുഹമ്മദ് ഹാജി പാപ്പ. മുഹമ്മദ് ഹാജി പാപ്പ എന്നും കൂടിയല്ലേ കൊണ്ടുവച്ചാൽ പറയാം. മുഹമ്മദ് ഹാജി പാപ്പ എന്നാ പറയാ. എത്ര ബഹുമാനത്തിനാ പറയാ അറിയാം. മുഹമ്മദ് ഹാജി പാപ്പ എന്നാ പറയാ കൊണ്ടൂർ ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഓരോ ഔലിയാക്കളായത് കൊണ്ടൂർ ഉസ്താദൊക്കെ. നമ്മളൊക്കെ വാക്കിൽ നിന്ന് എത്ര പുച്ഛമായ ശൈലികൾ വരും, എത്ര പുച്ഛമായ സ്വരങ്ങൾ വരും. കമ്മുണ്ണിലേർ പാപ്പ അങ്ങനെ തന്നെ പറയണം. അങ്ങനെ വടക്കം മമ്മീനെ വല്ലാതെ അടിക്കണ്ട. മൂപ്പരെയൊക്കെ ചിലതൊക്കെ ഉണ്ട്, മൂപ്പരെയൊക്കെ ചിലതൊക്കെ ഉണ്ട്. അതിന് ശേഷം വീരാൻകുട്ടിയിലേക്ക് ഭയങ്കര പേടി ചെയ്യാറേ വടകര. പിന്നെ മമ്മദായി വീരാൻകുട്ടിയിലെ മകൻ പറയാം, അതിരാമൂലി മരണപ്പെട്ടു. നമ്മളെ വലിയ മൊഴിപ്പായിരുന്നു. മോനെ അവിടെ ദർശനമൊക്കെ കൊടുത്താക്കി നമ്മളെ കോളേജിലൊക്കെ ശരിയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിരാമൂലി പറയും. അതിരാമൂലർ അമദായി പാപ്പാന്റെ ഇളച്ചനും കൂടിയാണ്. വാണിയണ്ണൂർ ഭാര്യന്റെ അഞ്ചത്തിനാണ് കെട്ടിയിട്ടുള്ളത്. ആര്? അതിരാമൂലിയ. അതിരാമൂലർ പറയും, അമദായി പാപ്പ കണ്ട അപ്പൊ പറയത്തര ചായ കുടിച്ചോ. എന്റെ വാപ്പാന്റെ തല്ലിട്ട് സ്ഥലമാണ് ഇവിടെ നരകത്തിന്റെ തെയ്യേൽക്കൂല. എന്റെ വാപ്പാന്റെ തല്ലിട്ടിയ സ്ഥലമാണ് ഇവിടെ നരകത്തിന്റെ ചൂടേൽക്കൂല. ചായ ഇങ്ങോട്ട് കുടിച്ചോ. അപ്പൊ വാപ്പാന്റെ തല്ലിട്ടിന്റെ പേരിൽ മക്കൾക്ക് ചായ ആയി കൊടുക്കുക. ഇപ്പത്തെ അച്ചാല് കണക്ക്. ഈ അതിരാമൂലർ എപ്പോഴും പറയാ രസം. അങ്ങനെ എപ്പോഴും ചായ വാങ്ങി തരുന്ന പോലെ എന്താ പറയാ, എന്റെ വാപ്പാന്റെ തല്ലിട്ടിയ സ്ഥലമാണ് ഇവിടെ നരകത്തിന്റെ തെയ്യേൽക്കൂല. ഇത് പറഞ്ഞു കണ്ട് ചായ വാങ്ങി കൊടുക്കുക. അവരൊക്കെ ഒരു ബഹുമാനങ്ങളെ, ഇൽമിനോടുള്ള ബഹുമാനം അങ്ങനെയാണ് അവർക്കൊക്കെ. അങ്ങനെ മുഹമ്മദ് ഹാജി പാപ്പയെ പോലുള്ള എല്ലാവരും ഔലിയാക്കളാണ്, വലിയ വലിയ ആരിഫ്യങ്ങളാണ്. ദർസിൽ പഠിക്കുമ്പോൾ തന്നെ അന്ന് കാലഘട്ടത്തിൽ ഓരോ മഹല്ലുകളിലേക്ക് മുദരിസുമാര്, ഖത്തീബുമാര്, ഖാദിമാര് വേണമെങ്കിൽ കമ്മ്യൂണിലർ പാപ്പാന്റെ അടുത്താണ് അന്ന് വരിക. പല മഹല്ലാരും ഞങ്ങൾക്കൊരു മുദരിസ് വേണം നാട്ടിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിലർ പാപ്പാന്റെ ദർസിൽ തഫ്സീർ, മിഷ്കാത്ത്, ഇർഷാദുൽ യാഫി പോലെയുള്ള കിതാബുകളൊക്കെയാണ് ഓതുക. അങ്ങനെ എന്ത് ചെയ്യും, അതിനൊരു മുതൽ പറഞ്ഞു വെച്ചു കൊടുക്കും. അങ്ങനെയാണ് കാട്ടുപരുത്തി മൊഹീദ്ദീൻ കുട്ടി, പുളിക്കത്തോടി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. മൂപ്പരെ നാട് നമ്മുടെ ജാമിയ നുസ്രത്ത് നിൽക്കുന്ന പ്രദേശമാണ് KK പുറം. പുളിക്കത്തോടി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട പാപ്പാന്റെ അടുത്ത് ഓതുമ്പോ, കമ്മ്യൂണിലർ പാപ്പാന്റെ അടുത്ത് ഓതുമ്പോ കാട്ടുപരുത്തി കുരുക്കന്മാർ, കാട്ടുപരുത്തിക്കാരും ചെയ്ത് മുദരിസിനെ തെരഞ്ഞു വന്നു. ഞങ്ങൾക്കൊരു മുദരിസ് വേണം. ഉടനെ കമ്മ്യൂണിലർ പാപ്പ പറഞ്ഞ് ആ മൊയ്തീൻ കുട്ടികളെ രണ്ട് വിളിച്ച്. അപ്പോൾ ആ മൊയ്തീൻ കുട്ടി, പുളിക്കത്തോടി മൊയ്തീൻ കുട്ടി മുസ്ലിയാരെ വിളിച്ചു. മൊയ്തീൻ കുട്ടിയെ ഞങ്ങൾ കാട്ടുപരുത്തി പോയി ദർശനത്തി കൊടുക്കണം പുലുക്ക്. അപ്പൊ മൊയ്തീൻ കുട്ടികളെ പറഞ്ഞു, ഞാൻ ഇനി ചെറിയ കിതാബൊക്കെ ഓടിയിട്ടുള്ളല്ലോ, അതിനെന്തിനാ ഞങ്ങൾ വേജാറായിട്ട്? മുത്തുനബി പറഞ്ഞിട്ടില്ലേ, പഠിച്ച ഇൽമിനെ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അറിയാത്ത ഇൽമിനെ അല്ല പഠിപ്പിച്ചിരുന്നു മുത്തുനബി പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ചത്. ഹദീസിലുള്ള
ആ ഹദീസിൽ മുറുകെ പിടിച്ച പിടുത്തം. അറിയുന്ന ഇൽമിനെ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അറിയാത്തതും കൂടി ആരും അറിയിച്ചു തരും. അള്ളാഹ് അറിയിച്ചു തരുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞാനാ പറയുന്നത് പോയി ദർസ് നടത്തി കൊടുക്കണം. അതെന്നെ വരം. അങ്ങോട്ട് പോയി മിതിമുട്ടൊരു എല്ലാ കിതാബുകളും എല്ലാ കിതാബും ദർസ് നടത്തി. മൂപ്പര് പൂർണ്ണ ശിഷ്യനാണ് കുറ്റിപ്പുറ അബ്ദുള്ള. കുറ്റിപ്പുറ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന എല്ലാ ഫന്നിലും വലിയ കഴിവുള്ള മഹാനാണ്. പൂർണ്ണമായി മിതിമുട്ടൊരു കിതാബ് ഓതിയ ആളാണ്. പുളിക്കത്തോടി പാപ്പാന്റെ കിതാബ് ഓതിയ മഹാനാണ്. അപ്പൊ അവിടെ ഓതുമ്പോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കുട്ടി വലിയ കിതാബൊക്കെ ദർസ് നടത്തുന്നുണ്ടെന്നുള്ള വിവരം പൊന്നാനി പുതിയാപ്പിള അദ്രാമ പോലെ കേട്ടു. ഒരു ചെറുപ്പക്കാരൻ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ കിതാബൊക്കെ ദർസ് നടത്തുന്നുണ്ട് എന്ന് കേട്ടപ്പോ പുതിയാപ്പിള അദ്രാമ മുസ്ലിയർ ആ ദർസ് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നപ്പോ മൂപ്പര് ദർസ് കേൾക്കാൻ എന്നുള്ള ആൾക്കല്ല വന്നത്, കാട്ടുപരിച്ച് കുരുക്കന്മാരെ കാണാന്നുള്ള ആൾക്കാർ വന്നത്. അങ്ങനെയല്ലേ വരാൻ പറ്റില്ല. കാരണം പുതിയാപ്പിള അദ്രാമൂലർ വലിയ മഹാനാണ്, ഓക്കസ്താന്റെ ഒക്കെ ഷെയ്ഖാണ്, വലിയ ഫഖീഹാണ്, വലിയ പണ്ഡിതനാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വന്നു. പള്ളിയിൽ വന്ന അസറസ്കാരം കഴിഞ്ഞ് ഇവര് ചെരുവിൽ ഇറങ്ങിയപ്പോൾ ഉസ്താദും കുട്ടികളും മാല്യ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ്. മാല്യ ഓതാൻ വേണ്ടി ഇരുന്നപ്പോൾ അദ്രാമൂലർ ചെരുവിലിരുന്ന് സബക്ക് കേട്ടു. അപ്പൊ അങ്ങനെ അത്ഭുതപ്പെട്ടു. ദർസ് കേട്ടപ്പോ അതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ദർസ് കഴിഞ്ഞപ്പോ പുതിയാപ്പിള മൊലേർ പാപ്പ എന്ത് ചെയ്തു, പള്ളി കയറിയിട്ട് മിതികുട്ടി മൊലേർ പാപ്പാക്ക് വീട്ടി പാപ്പാക്കും ചെയ്തു സലാം പറഞ്ഞിട്ട് നിങ്ങൾ എവിടുന്ന മാല്യ ഓതിയത്? ഞാൻ മാല്യ ഓതിയിട്ടില്ല. ഓതാതെങ്ങനെ നിങ്ങൾ ദർസ് നടത്തല് ചോദിച്ചു. നിന്റെ ഉസ്താദ് എന്നോട് ദർസ് നടത്താൻ പറഞ്ഞതാണ്. ഏതാ നിങ്ങളെ ഉസ്താദ്? കുറ്റൂര് കമ്മുണ്ടൂലൊരു പാപ്പയാണ്. അതന്നെ കറാമത്താണ് നിങ്ങൾ ഓതിക്കൊടുത്ത്. കാരണം എന്റെ ഉസ്താദ് ആരെ? പുതിയാപ്പിളന്റെ ഉസ്താദ് കുട്ടിയായ മൂല്യർ. ആരാ കുട്ടിയായ മൂല്യര്? ആ കാലഘട്ടത്തിലെ ഇബ്നു ഹജർ എന്ന് പേരുള്ള മഹാനാണ്. ആ കാലഘട്ടത്തിൽ ഇബ്നു ഹജർ എന്ന് പേരുള്ള മഹാനാണ്. ലഖ്ബലമുള്ള ആളാ, ബഹുമാനപ്പെട്ടവർ. അത്ര വലിയ ഫഖീഹാണ്. നിന്റെ ഉസ്താദ് നിങ്ങൾ ഓതിക്കൊടുത്ത സ്ഥലത്ത് ഓതി തന്നപ്പോ കുത്തിട്ട സ്ഥലമാണ്. എന്താ കുത്തിടുക പറഞ്ഞാല് എന്താ പറഞ്ഞ അർത്ഥം? എന്താ ഇവിടെ എന്താണ് എനിക്ക് വേണ്ട മാതിരി മനസ്സിലായിട്ടില്ല, നിങ്ങൾ നല്ലോപോലെ ഒന്നും ചെയ്തോളി, പറ്റുന്ന സമയത്ത് നോക്കിച്ചാളി, പഠിച്ചോളി എന്ന് പറയുന്നത്. അതിനാണ് കുത്തിടുക എന്ന് പറയാം. നിന്റെ ഉസ്താദ് കുട്ടിയായി പോലെ ഒരു കുത്തിട്ട സ്ഥലത്താണ് നിങ്ങൾ ഓതിക്കൊടുത്തത്. നിങ്ങൾ സുന്ദരമായി ഓതിക്കൊടുത്തല്ലോ. എന്നത് കറാമത്തിന്, അത് ഇൽമുൽ അദുനിയ മുന്നൂലർ പാപ്പാന്റെ നാവിൽ നിന്ന് വന്നത് ഓതിക്കൊടുത്ത ആളാണ്. അതാണ് ആ ഫൈല്. ഉസ്താദുമാര് പറഞ്ഞ അങ്ങനെ അത് പറഞ്ഞാൽ ഓതിക്കൊടുക്കും. എനിക്ക് അനുഭവമുണ്ട്, എന്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഉസ്താദുമാർ അങ്ങനെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വാക്ക് തൊള്ളോണ്ട് പറഞ്ഞു കിട്ടി നമ്മൾ രക്ഷപ്പെടും. നമ്മൾ പറയുന്നത് ഹക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടും. അള്ളാഹു ഹക്കിനെ പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്ത് വരെ ദർസ് നടത്തിയത് കാട്ടുപരുത്തിയിലാണ്. മൂപ്പരെ ഖബറുള്ളത് ഇവിടെ കേക്കേപ്പുറത്താണ്, ഇടത്താണ്, നുസ്രത്തിന്റെ അടുത്താണ് ഉള്ളത്. വലിയൊരു കുടുംബമാണ് അവര്, പ്രിയമുള്ളവര്. അങ്ങനെ എത്ര ഉസ്താദ്മാരെ പറഞ്ഞയച്ചു. അയ്യായ ഉസ്താദ് ഒരു കിതാബൊന്നും പ്രത്യേകമായി മനസ്സിലാവാത്ത ആളാണ്. അയ്യായക്കാര് മുദരിസായി വന്നപ്പോ പറഞ്ഞു, ഇയാൾ കരഞ്ഞത്ര, ഞാൻ അവിടെ പോയിട്ട് ചെയ്യാം, ഒന്നും അറിയില്ല, ഞാനല്ല പറഞ്ഞു അവിടെ പോയി ഓതി കൊടുത്ത ആളാണ്. പിന്നെ മൂപ്പര് എല്ലാ കിതാബും അവിടെ ദർസ് നടത്തിയിട്ടുണ്ടെന്നാ അയ്യായ ഉസ്താദ്. അതുപോലെ കോറാട് ഉസ്താദ്, എത്ര മഹാന്മാരങ്ങനെ കമ്മുന്നൂലരിപ്പാപ്പ പോയി ദർസ് നടത്തിക്കാളാന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ അറിയപ്പെട്ട വലിയ 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 ഫഖഹാക്കളും പണ്ഡിതന്മാരുമായി മാറിയിട്ടുണ്ട്. ചില വാക്ക് അങ്ങനെ കിട്ടിയ വലിയ കാര്യമാണ്. അത് കിട്ടാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. നല്ലത് പറഞ്ഞിട്ടണം മഹാന്മാരിൽ.
അവരൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹ് നമുക്ക് തോന്നുന്നത് അവരെ കൊണ്ട് നല്ലത് കിട്ടണം. അവിടുന്ന് കോടഞ്ചേരി പള്ളി, കുന്നാഞ്ചേരി പള്ളിയിലാണല്ലോ മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്. കുന്നാഞ്ചേരി പള്ളിൻ്റെ മുന്നിൽ തന്നെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊക്കെ നമ്മളെ നാട്ടിൽ സുന്ദരമായി നമുക്ക് വേണ്ടി നമ്മളെ കാത്ത് കിടക്കണം. നമ്മളൊക്കെ എപ്പോഴും പോണം, ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം. ഇങ്ങനെ പല മഹല്ലുകാർക്കും ദർസ് നടത്താനുള്ള മുദരിസുമാരെ ആരാ കണ്ടിൽ കണ്ടതാണ് പറഞ്ഞയക്കുന്നത്. ഞാൻ ഓതി കൊടുത്താളാന്ന് പറയുന്നത്. അള്ളാഹ് പറഞ്ഞതനുസരിച്ചാണ് ജീവിച്ചാൽ മതി. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യും. തഖ്വയാണ് ഇതിനൊക്കെ വേണ്ടത്. ഇൽമും വേണം, ഇൽമനുസരിച്ച് അമലും വേണം, അതനുസരിച്ച് തഖല്ലുഖും വേണം. സ്വഭാവം ചിട്ടപ്പെടണം. സ്വഭാവം മാറാൻ പാടില്ല, സ്വഭാവം മാറാൻ പാടില്ല. ഇങ്ങനെ ആലിമീങ്ങൾക്ക് മുഴുവനും അതോറിറ്റിയായി അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ നാട്ടിൽ മഴയില്ലാഞ്ഞാൽ എത്ര നാട്ടുകാരാണ് വെള്ളത്തിന് വേണ്ടി വന്നത്. വെള്ളത്തിന്റെ പരാതി പറഞ്ഞാൽ പറയലെന്താ, ജിന്നെ അസറിസ്കരിക്കാൻ ചീർന്നിയിട്ടുണ്ട് പോരെന്നാ പറയാ. അസറിസ്കാരത്തിനെ വിളിക്കുക കൂടുതൽ. അസറ് നിസ്കരിക്കാൻ ചീർന്നിയിട്ടുണ്ട് പോരെന്നാ പറയാ. അല്ലെങ്കിൽ വേറെ ചിലരോട് പറയുന്നത് കുറച്ച് കഞ്ഞി വെച്ചിട്ട് കൊണ്ടുവരെ. അന്ന് കഞ്ഞിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് വലിയ നിയമത്താണ് കഞ്ഞി കിട്ടുക എന്ന് പറഞ്ഞാൽ. അന്ന് കഞ്ഞിക്ക് പഞ്ചുള്ള കാലാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പാ കഞ്ഞിക്ക് പഞ്ച് എന്റെ കുട്ടിക്കാലത്തുള്ളത് എനിക്കറിയാം. ഞാൻ വലിയൊരു ഫാഷനൊന്നും അല്ലല്ലോ. എന്റെ ചെറിയ കുട്ടിക്കാലത്ത് കഞ്ഞിക്കും ചോറിനും പഞ്ചുള്ളത് ഞാൻ വിശദീകരിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞു. അത്രമാത്രം കഷ്ടപ്പാട് നമ്മളൊക്കെ വളരുന്ന കാലത്ത്, ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല. ഈ കൊറോണ ഞാനും എൻ്റെ കുട്ടികളൊക്കെ കൂടി പെരിയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പഴയ കാലത്തുള്ള സംഭവമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടികളിൻ്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കും. എന്താ ഈ പറഞ്ഞ് ശരി തന്നെയാണ്. ഓൾക്ക് ഇതൊരു ആദിയായ മഹാലായിട്ട് തോന്നുക. ഇങ്ങനെ ഉണ്ടാവുക പഴയ കാലത്തെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ എത്ര പട്ടിണിയാണ്. കഞ്ഞി വെച്ച് കൊണ്ടുവരാൻ പറയും. ഇവരാണ് ദ്വാരക്കലാണ് ഫാത്തിഹ ഇഖ്ലാസൊക്കെ ഓതിയിട്ട് ദ്വാരന്തികാണ്ട് പറയല. ചിലപ്പോൾ കറുത്ത ഇരാൻ കുട്ടികളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഇറത്തൊന്ന് പോയി കയ്യച്ചോക്കാണ്. അപ്പൊ മൂപ്പരി എന്തെക്കാണ്ട് പറഞ്ഞിട്ടാതെ വെള്ളമില്ല. അതിൽ പിന്നെ ദ്വാരക്കാണ് ഒന്നുകൂടി പോയി നോക്കാണ്, ഇറത്ത് പോയി കയ്യച്ചോക്കാണ്. പിന്നെ ചെല്ലുമ്പോ മഴയോട് മഴയാണ്, വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങാണ്. പിന്നെ അങ്ങനെ എത്ര ദുആക്ക് മഴ ഇല്ലെങ്കിൽ മുലൽപ്പാപ്പാൻ്റെ അടുത്ത് വന്ന മഴ കിട്ടുന്ന ഉറപ്പാ. ചിലരോട് കോഴിക്കോട്ടിൽ നിന്നൊക്കെ വയനാട്ടിൽ നിന്നൊക്കെ ആളുകൾ മഴയ്ക്ക് വേണ്ടി വന്നിട്ട്, നിങ്ങളിപ്പോ മഴയ്ക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് മഴ കൊണ്ട് പോകേണ്ടി വരുമല്ലോ. മുലൽപ്പാപ്പാണ്ട് പറഞ്ഞ നിങ്ങളിപ്പോ മഴ കൊണ്ട് പോകേണ്ടി വരുമല്ലോ. അങ്ങനെ വേറെ കൊണ്ട് പോയപ്പോ മഴയും കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ വെള്ളം നിർത്തിയ സംഭവമുണ്ട്. എന്നിട്ട് ഇനി വെള്ളം കയറണ്ട എന്ന് പറഞ്ഞിട്ട് വെള്ളം നിർത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. ജീവിതം മുഴുവനും കറാമത്തായി മാറിയ ബഹുമാനപ്പെട്ടവർ സർവ്വ ആളുകൾക്കും അത്താണിയായിരുന്നു. അതുപോലെ ട്രെയിൻ നിർത്തി. ഒരു ടിക്കറ്റ് കൊടുത്തില്ല. സ്റ്റേഷൻ മാസ്റ്റർ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി കണ്ടു. മുലപ്പാപ്പാക്ക് ടിക്കറ്റ് കൊടുത്തില്ല. കൽക്കടത്തൂർക്ക് പോകണമെങ്കിൽ തിരൂർ പോയി ട്രെയിൻ ഇറങ്ങണ്ടേ. അപ്പൊ ടിക്കറ്റ് കൊടുത്തില്ല. ഇവിടുന്ന് പരപ്പനങ്ങാടി നല്ല കയറുക. തിരൂർക്ക് ടിക്കറ്റ് കൊടുത്തില്ല. സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെന്താണ്ടായത്? ട്രെയിനായിട്ട് പോണില്ല. ട്രെയിൻ എങ്ങനെ ഒട്ടിയാലും അവിടെ പോകില്ല. ട്രെയിനായിട്ട് പോകണ്ടേ. അപ്പൊ എന്താ ഇപ്പൊ ഇത് പോകാത്തത്? കാരണം ഒരു കേടുമില്ല. അപ്പോഴാണ് ചെയ്തത്? മൂപ്പർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടേറ്റ ഇക്കാരം നമ്മൾ മൂപ്പർക്ക് ടിക്കറ്റ് കൊടുക്കുക. അങ്ങനെ ട്രെയിനിന്റെ ആൾക്കാരൊക്കെ കൂടി വന്ന് മൂപ്പർക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് കോരി ഇറങ്ങി കയറ്റി വണ്ടിയാണ്ട് പോയി. ട്രെയിനാണ്ട് പോയി. മുന്നേപ്പാപ്പാന്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാ. അതേമാതിരി വാങ്ങിക്കൊടുത്തു. ഒപ്പമുള്ള ആളോട് പറഞ്ഞു നമ്മളിവിടെ നിസ്കരിച്ചിട്ട് പോയാൽ മതി. അപ്പോ ട്രെയിന് പോകുമല്ലോ. ആരവിടെ നിന്നോളൂ, നമ്മൾ നിസ്കരിച്ചാ ഉഷാറായിട്ട് അതിന്റെ റവാത്തിബും സുന്നത്തും ഒക്കെ നിസ്കരിച്ച് വരുവാളോ. ട്രെയിൻ അവിടെ കാത്തിരിക്കുകയാണ്. ആർക്ക് പോകാൻ അങ്ങനെ വലിയ വലിയ
വലിയ വലിയ മഹത്വത്തിന്റെ ഉടമയാണ് മഹാനവറുകൾ. നമുക്ക് മഴക്കോ സുനാമിയോ ദുരന്തമൊക്കെ വരുമ്പോ മുണ്ടിലൊരുപ്പാപ്പാന്റെ മക്ബറയിലൊന്ന് ചെന്ന് എല്ലാവരും കൂടി പൊട്ടിക്കറിഞ്ഞൊരു യാസീനൊക്കെ ഓതി ഒന്ന് ദുആ ചെയ്താൽ അതിന്റെ ഇജാബത്ത് നമുക്ക് ലഭിക്കാതിരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു. ഞാൻ ചിലപ്പോ ചില കിതാബൊക്കെ മുത്താല ചെയ്യുമ്പോ ചില ദിക്കത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്നാല് കമ്മുണ്ണിലൊരുപ്പാപ്പാന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കാണ്ട നോക്കല്. ഇന്ന് ആ സംഗതി എന്ത് ചെയ്യും, നമുക്ക് ഇത്തിലാവും എന്നുള്ളത്. അല്ലാഹു തആല കമ്മുണ്ണിലൊരുപ്പാപ്പാന്റെ മദദ് കൊണ്ട് നമ്മളെ കൽബ് ഇൽമിന്റെ കൽബാക്കി തരട്ടെ. ഇൽമിന്റെ പാതയാണ് അവർ തിരഞ്ഞെടുത്തത്. അല്ലാഹ് പ്രപഞ്ചത്തിൽ മനുഷ്യനെ പറഞ്ഞയച്ചത് ഖുർആൻ ഉൾക്കൊള്ളാനാണ്, ഇൽമു നുകരാനാണ്. ആ ഇൽമിൽ നിന്ന് നമ്മൾ അകന്നോടാൻ പാടില്ല. ഭക്ഷണം കഴിക്കുക, ഇതിപ്പോ മനുഷ്യനാകേണ്ട ആവശ്യമൊന്നുമില്ല. പോത്തുകളും ആടുകളും നായ്ക്കളും എല്ലാം ഭക്ഷണം കഴിക്കണം. മറ്റു സുഖങ്ങൾ എടുക്കാം, മറ്റു ജീവികൾ എടുക്കും, മനുഷ്യനാകണ്ട. അല്ലാഹ് നമ്മളെ മനുഷ്യനാക്കിയത്, അല്ലാഹ് ഈ പ്രപഞ്ചത്തിലേക്ക് വഹിയിറക്കിയ ഖുർആൻ, അവന്റെ കലാമ്, അത് സമ്പൂർണമായി ഉൾക്കൊള്ളാനും അത് പഠിക്കാനും പാരായണം ചെയ്യാനും അതിന്റെ പ്രവർത്തകരും പ്രചാരകരുമായി മാറാനാണ് അല്ലാഹ് സഹോദരങ്ങളെ നമ്മ മനുഷ്യന്മാരാക്കി മാറ്റിയത്. അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ മൂല്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അനാവശ്യ അനാശാസ പ്രവർത്തനങ്ങളിൽ പോകാതെ ജീവിതം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ മഹാമനീഷി വലിയ ജീവിതമാണ്, വലിയ കറാമത്തുകൾ കാണിച്ചു. കുറ്റക്കെട്ടിയാലുണ്ട്, ഓന് ഭ്രാന്തായിക്കാരെന്ന് പറഞ്ഞ് ഭ്രാന്തായവരുണ്ട്. തൊള്ളിനാണ് വീണിട്ടുള്ള അപ്പോക്കനെ പിച്ചും പോയി പറിച്ചു തുടങ്ങിയ സംഭവങ്ങൾ. തൊള്ളിനാണ് വീണിട്ടുള്ള ഓന് ഭ്രാന്തായിക്കാരൻ. അങ്ങനെ ഭ്രാന്തായ മാനസിക രോഗമായ ആളുകളുണ്ട്. എന്നിട്ട് പിന്നെ കുടുംബങ്ങളൊക്കെ കൂടി കൊണ്ടുപോയിക്കൊണ്ട് പാപ്പാ അവനെയൊക്കെ പറ്റിയ കുഴപ്പമാണ്, ഒന്ന് പുറത്തു കൊടുക്കണം. ഓനതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആ പറഞ്ഞാൽ തന്നെ ഓനതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ രൂപത്തിൽ എന്ത് പറഞ്ഞാലും സംഭവിക്കുന്നു, എന്ത് പറഞ്ഞാലും ലോകത്തുണ്ടാകുന്നു. ഇങ്ങനത്തെ വലിയ ഒരു മർത്തബയെ എത്തിച്ച മഹാനാണ് കമ്മുണ്ണിലൊരു പാപ്പ. പാക്കടപ്പറായ ഈ പ്രദേശത്ത് കുറ്റൂര് കുന്നാഞ്ചേരി പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ മദ്യവിശ്രമം കൊള്ളുന്നു. ഈ പ്രദേശത്തുകാരെല്ലാവരും പാപ്പയുടെ കിടക്കൊന്ന് സിയാറത്ത് ചെയ്യുക, പാപ്പാനെ പോയി ഒന്ന് കാണുക, ഒന്ന് സലാം പറയാ. മുഹീദ്ദീമാലയിൽ പറഞ്ഞതുപോലെ ഖാലി മുഹമ്മദ് എന്നവർ പറഞ്ഞല്ലോ, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും ബറക്കത്തുമെത്തുമേ എന്ന് പറഞ്ഞ മാതിരി മുന്നിലൊരു പാപ്പാക്ക് നമ്മളെന്ത് ചെയ്യുക, ഒരു ഫാത്തിഹ ഇതൊക്കെ ഒന്ന് കണ്ട് ഓതുക നാവ് കൊണ്ട്. അന്നത്തെ ആളുകൾ എല്ലാ കാര്യവും മുഷാവറ എടുത്തത് പാപ്പാനോടാ. പാപ്പ പറഞ്ഞ ഇത് ചെയ്യാം. കുണ്ടൂർ ഉസ്താദിന്റെ അമ്മാന്റെ വാപ്പ തിരൂരങ്ങാടി അസംമുലിയർ, കുണ്ടൂർ ഉസ്താദിന്റെ അമ്മാന്റെ വാപ്പ തിരൂരങ്ങാടി അസംമുസ്ലിയർ സ്വന്തം മകളെ കുണ്ടൂർ ഉസ്താദിന്റെ ഉപ്പയെ കൊണ്ട് കുഞ്ഞഹമ്മദ് മല്ലയെ കൊണ്ട് കല്യാണം ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുമ്പോ കുണ്ടൂർ ഉസ്താദിന്റെ ഉമ്മാനെ കുണ്ടൂർ ഉസ്താദിന്റെ വാപ്പ കല്യാണം ചെയ്യാൻ തീരുമാനിക്കുമ്പോ ഉമ്മാന്റെ വാപ്പ അസംമുലിയർ മുഷാവറ നടത്തിയത് ആരോടാ? കമ്മുണ്ണൂരിലെ പാപ്പാടാണ്. ഇങ്ങനെ ഒരു പെൺകെട്ട് പറയുന്നുണ്ട്, മോളെ കെട്ടിക്കാന് ഞാൻ കെട്ടിച്ചു കൊടുക്കണോ? കമ്മുണ്ണൂരിലെ പാപ്പ പറഞ്ഞ വാക്കെന്താ? അസംമുലിയരെ കെട്ടിച്ചു കൊടുത്താൽ ഖുർആൻ പോയി പിടിച്ചൂല. അസംമുലിയരെ കെട്ടിച്ചു കൊടുത്താൽ ഖുർആൻ ഉണ്ടാവൂല, പോയി പിടിക്കൂല എന്നാ പറഞ്ഞത്. ആ ഖുർആൻ പോയി പിടിക്കൂല എന്നുള്ളതാണ് കുണ്ടൂർ ഉസ്താദ്. അതിന്റെ ആ വാക്കിന്റെ അസറാണ് കുണ്ടൂർ ഉസ്താദ്. ഖുർആൻ പോയി പിടിക്കാത്ത മഹാമനീഷി. അതാ മുഷാവറ നടത്തണം. ഒരു പെൺകെട്ടൊക്കെ തീരുമാനിക്കുമ്പോൾ നല്ല ആളുകളെ കൊണ്ട് അഭിപ്രായം പറയിപ്പിച്ച് അവരെ കൊണ്ട് ദ്വാർപ്പിച്ച് കയറിന് വേണ്ടി ദ്വാർപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കല്യാണങ്ങളൊക്കെ നമ്മൾ നടത്തുക. അതിൻ്റെ ഒക്കെ ഒരു കമ്മിയും അതിൻ്റെ ഒരു കുറവും ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി നീട്ടിപ്പരത്തി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കമ്മുണ്ണിലൊരു പാപ്പാന്റെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി തരുമാറാകട്ടെ.
അതുകൊണ്ട് ഈ പ്രധാനമായി ഇവിടെ ഒരു ഇൽമ് അത് നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ആലിമീങ്ങളെ ചരിത്രങ്ങളൊക്കെ പഠിച്ച് അതിനോട് താല്പര്യം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ കറാമത്തുകളും മദ്ഹുകളും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാവണം നമ്മളെ ജീവിതമൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. ഈ കുണ്ടൂർ ഉസ്താദ് കമ്മുന്നൽ പാപ്പാന്റെ ചരിത്രമൊക്കെ ഒരുപാട് മൂലന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വലിയ മഹാനാണ് കുണ്ടൂർ ഉസ്താദ്. കമ്മുന്നൽ പാപ്പയെ കുറിച്ച് പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ഇവിടെ സിയാറത്തിന് വരും ചെയ്യും, കുന്നാഞ്ചേരി സിയാറത്ത് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൊരു പതിവൊക്കെ നമ്മളൊക്കെ SYSന്റെ പ്രവർത്തകർ പ്രത്യേകിച്ചും അല്ലാത്തവരും ഈ സിയാറത്തുകളൊക്കെ അവരുടെ വലിയൊരു ഫാത്തിഹെങ്കിലും ഓതിയാൽ മരിക്കണ നേരത്തെ നമുക്ക് സലാമത്തുണ്ടാവും, രക്ഷ ഉണ്ടാവും, നമ്മളൊക്കെ രക്ഷപ്പെടും. അതിലൊന്നൊരു സംശയവും വേണ്ട. ഈ മഹത്തുക്കളെ നമ്മൾ മുൻനിർത്തി മുന്നോട്ട് നീങ്ങിയാൽ അവരൊന്നും നമ്മളെ കൈവടിയൂല, അവരൊക്കെ നമ്മളെ കൈപിടിച്ച് രക്ഷപ്പെടുത്തും. ഇന്ന് പിശാചിന്റെയും ഫിത്നയുടെയും ഫസാദിന്റെയും ലോകം പൊട്ടിപ്പുറപ്പെടുകയാണല്ലോ. ആകെ എന്തൊക്കെയോ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാം, ഈ ലോകം ഒരു സമാനം ഇവിടെ വരും, സർവ്വ മനുഷ്യന്മാരും പലിശ തിന്നു. ഇന്ന് നോക്കി നിങ്ങൾ ക്യൂനെറ്റ് പല നിലക്കുള്ള നെറ്റ്വർക്ക് ബിസിനസ്സാണ്. എന്നിട്ട് എൻ്റെ മാതിരിയുള്ള ആളുകൾ എന്നെ അത് ന്യായീകരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. എൻ്റെ മാതിരിയുള്ള ആൾക്കാരെന്നെ അത് ന്യായീകരിക്കുക. സാധാരണക്കാരനത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട മുദരിസായ ഞാൻ, അല്ലെങ്കിൽ ഖതീബായ ഞാൻ എന്താ ചെയ്യാണ്? ഇതിലേക്ക് മെമ്പർമാരെ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വന്ന് കണ്ടിട്ട് ന്യായീകരിക്കുക. അത് ഉസ്താദിന് മനസ്സിലാകായിട്ടാണ് പറഞ്ഞോട്ടെ. ഇത് കോട്ടക്കൽ നെറ്റ്വർക്ക് ബിസിനസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഒരാളിൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ എഴുതിയെടുത്തു എന്താണ് നെറ്റ്വർക്ക് എന്ന്. ഫുള്ളായിട്ട് ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. അപ്പൊ ശറയിൽ 6 വകുപ്പാണ് ഹലാലായ കച്ചവടം ഉള്ളത്. 6 സൈസ് കച്ചവടം ഉള്ളത് ഫിഖ്ഹിന്റെ കിതാബിൽ. അതിലൊന്നും പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ ശൈലി ഇല്ല. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, കിതാബിൽ പറഞ്ഞ 6 രൂപത്തിനോട് വെക്കൂല. അങ്ങനത്തെ ഒരു കച്ചവടം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, മാറി നിൽക്കണം. അതിൽ റിബ വരും, പലിശ വരും. എന്നാ ആ സാധു പറഞ്ഞ് ഇവർക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ആ പോക്ക് പോയി. ഇതിന്റെ വലിയ ഏജന്റും വലിയ ആളായി, വലിയ ആളെ ചേർക്കുന്ന ആളായി അങ്ങോട്ട് പോയി 2 വീടുണ്ടായി, 2 വിറ്റ് ഈർക്കക്കൂര മുഴുവൻ നിരങ്ങി, എല്ലാം നിരങ്ങി. അവസാനം കിഡ്നി പോയി, മരണപ്പെട്ടു. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കൊരാൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി പറയല്ല. കിഡ്നി നഷ്ടപ്പെട്ടു. അവസാനം കിഡ്നിയൊക്കെ പോയപ്പോൾ എനിക്കൊരു പുള്ളി നിറഞ്ഞിക്കണ്ട് സങ്കടപ്പെട്ട് വിളിച്ച് ഞാൻ ചെന്ന് ഒരാരൊക്കെ ആകെ അവസ്ഥ ഒക്കെ ഞാൻ തൗബ ചെയ്യാൻ ഇസ്തിഗ്ഫാർ ചെയ്യാനൊക്കെ പറഞ്ഞു കണ്ട് പോകുന്നില്ല. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവസാനം നല്ല വട്ടത്തിലാണ് മരണപ്പെട്ടത്. കുറെ അസുഖമൊക്കെ ആയെങ്കിലും കുറെ തൗബ ചെയ്ത് കരഞ്ഞ് ഇന്ത്യയൊക്കെ പറ്റിപ്പോയി മാപ്പു അപേക്ഷിക്കണമൊക്കെ അപേക്ഷിച്ച് തൗബ ചെയ്തുകൊണ്ട് തന്നെ മരിച്ചു. പ്രിയമുള്ളവർ, അപ്പൊ അതുകൊണ്ട് എല്ലാം ഫിത്ന തിന്നുന്നത് മുഴുവനും ഹറാമായ ഭക്ഷണങ്ങളും മറ്റും ആകുന്ന ഒരു കാലഘട്ടം. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അല്ലാഹ്, നിങ്ങളുടെ ലക്ഷങ്ങളൊക്കെ കുടുങ്ങിയിട്ടും പെട്ടിട്ടും മിണ്ടാതെ നടക്കണ എത്ര മനുഷ്യന്മാരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ എന്നറിയുന്നൊക്കെ. റഹ്മുറാഹിമേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അത്തരം കെണിവലകൾ ഞങ്ങളെ മക്കള് കുടുംബങ്ങളൊന്നും പെടുത്തരുത്. അല്ലാഹ്, തിന്നുന്നതും തിന്നാൻ കൊടുക്കുന്നതും പൂർണ്ണ ഹലാലാക്കണം. അല്ലാഹ്, ഞാൻ എൻ്റെ നസ്രത്തിന്റെ കോളേജിന് പലരും സംഭാവന പൈസക്ക് പിരിക്കുമ്പോ എന്നോട് പല ആൾക്കാരും പറയും, അവിടെ മുതലാളി ഹിന്ദുസ്ഥാൻ അവിടെ നിന്ന് പോയിക്കണമെന്ന് വെച്ചെന്നോട്. അപ്പൊ ഞാൻ ഈ മുതലാളിനെ കുറിച്ച് പഠനം നടത്തി. ഇയാൾക്ക് എന്ത് മുതലാളിയത്? ഞാൻ പിന്നെ പോകില്ല, എനിക്ക് റാഹത്ത് കിട്ടൂല. ആ പൈസ കുറെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹലാലാവണ്ടേ? ചിലവർ പിന്നെ എന്നോട് ദേഷ്യപ്പെട്ട് വിളിച്ചു, നിങ്ങളൊന്നും പോയില്ല, ഒപ്പരടുത്ത് പോയാൽ വെറുതെ ആവില്ല, ഉണ്ടാവില്ല, കേട്ടാവില്ല. ഞാൻ പോയിട്ടില്ല, ഇത്രേ പറയുള്ളൂ, വേറൊന്നും പറയുന്നു. റഹ്മാനായ റബ്ബ് അതുകൊണ്ട് തന്നെ നുസ്രത്തിന് കടവില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ, റാഹത്ത് നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് കമ്മുണ്ണിലർ പാപ്പയെ പോലുള്ളവരുടെ ജീവിതത്തിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ട് നമ്മളൊക്കെ പ്രധാനമായി പഠിക്കേണ്ടത്
നമ്മളെ നാട്ടിലെ ദർസ് കുട്ടികളെ ഭക്ഷണം കൊടുക്കുക, ചെലവ് കൊടുക്കുക. അതുപോലെ മുത്താലിമീങ്ങൾക്കൊക്കെ ഭയങ്കര കർശനമായിരുന്നു. മുത്താലിമീങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ റഹ്മത്താബാദ് പറഞ്ഞ സ്ഥലത്ത് ഒരു കോയോലിയുള്ളൊരു മൂപ്പര് ഇടക്കിടക്ക് പറയും കുറ്റൂലൊരു കമ്മുന്നൊരു ഒരു മുത്താലിമ് ഭക്ഷണം കഴിച്ച് വരുമ്പോ എന്തോ ഒരു വണ്ടി കണ്ടപ്പോ വണ്ടി ഒരു മുത്താലിമ് ഭക്ഷണത്തിന് പോയി വരുമ്പോ ഒരു വണ്ടി കണ്ടപ്പോ ആ വണ്ടി കണ്ടു. അന്നൊന്നും വണ്ടി ഇല്ലാത്ത കാലല്ലേ. ഈ കോയോലർ എപ്പോഴും പറഞ്ഞു, കോയോലർ നിങ്ങൾക്ക് മനസ്സിലായാൽ അറിയില്ല, ഈ റഹ്മത്താബാദ് എന്ന സ്ഥലത്തിൻ്റെ ഹസനീൻ്റെ ബാപ്പയാണ്. നമ്മളൊരു വലിയൊരു പരിചയമുള്ള ആളെയാണ്. ഒന്നുമില്ലൊരു പാപ്പ ഈ കുട്ടി അവിടെ കണ്ടെന്നൊന്നുമില്ല. വിവരം അറിഞ്ഞപ്പോൾ വരുത്തിയിട്ട് നല്ല അടി കൊടുത്തിട്ട് പറഞ്ഞത്, ഇത് ഭക്ഷണം കഴിക്കുന്നത് ഇത് കണ്ടെടുക്കാനല്ല, ഈ കിതാബ് ഓതാനാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് നല്ല അടി കൊടുക്കുന്നതാണ്, ശിക്ഷ കൊടുത്തു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നിങ്ങൾ കണ്ടു വെക്കുന്നത് വരെ ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷ്മതയിലാണ് ആ മുത്തഅല്ലിമീങ്ങളൊക്കെ വളർത്തിയത്. അവരൊക്കെ ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരുമായി മാറി. നമ്മളെ ഉസ്താദുമാരും മഹാന്മാര് തന്നെയാണ്. പക്ഷെ ഉസ്താദുമാരുടെ ജീവിത ശൈലി ഒപ്പിയെടുക്കാനോ അത് മുറുകെ പിടിച്ച് അവലംബാക്കി നീക്കാനോ നമ്മളാരും മുതിർന്നിട്ടില്ല. അതിന്റെ കമ്മികളും മോശത്തരങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണൽ ബാബാന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രം. പിന്നെ ഓരോ കുടുംബജീവിതവും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോന്ന് എടുത്ത് പറയുമ്പോൾ ആരും പോകരുത്. നമുക്ക് ദ്വാരക്കണം. കമ്മ്യൂണൽ ബാബാന്റെ പേരിൽ ഫാത്തിഹ ഓതി സൂറത്തുകളൊക്കെ ഓതിയും എല്ലാവരും ഇരിക്കും. ഫാത്തിഹയും സൂറത്തൊക്കെ നിങ്ങൾ നിൽക്കണമെങ്കിൽ ഒന്ന് നിന്നോളി. കോമോലില്ലായി കാലിത്തി ഒന്ന് നിൽക്കാൻ വയ്ക്കണോ, നിൽക്കാൻ വയ്ക്കാത്തോ നിൽക്കും വേണ്ട. ജിലീസ് പണ്ട് മദ്രസിൽ നിന്ന് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. ഒന്ന് ഇരിക്കും. നമുക്ക് കമ്മ്യൂണൽ പാപ്പാന്റെ മേലൊരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. അല്ലാഹു തആല മുനല്ലർ പാപ്പാന്റെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അതുപോലെ മുനല്ലർ പാപ്പാന്റെ ഉസ്താദുമാർ അവരെ ദർജകൾ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവരെത്തി ഇൽമു പഠിച്ച വലിയ ശിഷ്യന്മാർ വടകര അഹമ്മദ് ഹാജി പാപ്പയെ പോലുള്ള അഹമ്മദായി പാപ്പാനെത്തി വ്യക്തിപരമായി ഒരുപാട് ബന്ധമുള്ള ആളാണ് ഞാൻ. അപ്പോൾ അഹമ്മദായി പാപ്പാന്റെ കറാമത്ത് തന്നെ പറഞ്ഞാൽ തീരൂല. അത്രമാത്രം കറാമത്തുള്ള വലിയ മഹാനാണ്. ഒരിക്കൽ ഓക്കസ്താദ് ഒരു കറാമത്ത് പറഞ്ഞു, അഹമ്മദായി തങ്ങളെ കറാമത്ത്. ഞങ്ങൾ ഷറയിലക്കായത് ഓതിയപ്പോൾ അന്ന് മുതലാണ് അഹമ്മദായി പാപ്പാനെ ഒന്ന് കാണുന്നു പൂതി തുടങ്ങിയത്. ഓക്കസ്താദ് അഹമ്മദായി പാപ്പ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കണം. ആ കറാമത്ത് ജീവിച്ചിരിക്കണം. എന്താ കറാമത്ത്? അഹമ്മദായി പാപ്പ റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കുന്ന ഒരു കാലുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ എവിടേക്കും പോകണമെങ്കിലും ചെയ്യും, ട്രെയിനിൽ വേറെ സ്റ്റേഷൻ കണ്ടുപോകും. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ മാത്രം താമസിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വലിയൊരു ട്രെയിൻ വന്നപ്പോൾ അതിൻ്റെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ പാപ്പ കയറിയപ്പോൾ ടി അവിടുന്ന് പിടിച്ച് ഇറക്കി. ഒരു ഈങ്ങിച്ചടിച്ചൊരു മാറാപ്പും പൊക്കണിയൊക്കെ ഉള്ള ഒരാളല്ലേ.
അപ്പൊ ബോഗിക്ക് 2 ഡോർ ഉണ്ടാവും. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങേപ്പുറത്ത് പോയി കയറി പാപ്പ. അപ്പൊ ടി ടി അവിടുന്ന് പിടിച്ചിറക്കി. അപ്പൊ പാപ്പ അവിടുന്ന് ഇറങ്ങി എന്ന് കണ്ട് പിന്നെയും കൂടെ ഒന്ന് കണ്ടില്ലേ. അപ്പോഴും ടി ടി ഉള്ളിൽ കൂടി പാഞ്ഞ് എന്ന് കണ്ട് പഠിത്തന്നെ. അപ്പൊ പാപ്പ ഇത് പോകേർക്കൂന്ന് വെച്ച് കണ്ടിട്ട് പോയി. പിന്നെ കൊടി വീശി വിസിലടിച്ച് ഒക്കെ ചെയ്തേക്കും, ട്രെയിൻ പോവില്ല. ഇത് ഓക്കസ്താ പറഞ്ഞ ചരിത്രമാണ്. ട്രെയിൻ പോവില്ല. പിന്നെ എന്താ അത് പോകാത്തത്? എഞ്ചിന് പലതും പല പരിശോധന ചെക്കപ്പൊക്കെ നടത്തി, ഇവർ കേടുമില്ല. എന്താ പിന്നെ പോകാത്തത്? അപ്പൊ ഈ സംഭവമൊക്കെ കണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരൻ ഈ ബോഗിയിലൊരു പ്രായമുള്ള ആള്, അയാള് പറഞ്ഞു തീറ്റിനെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഇറക്കി വിട്ടിയ ആളെ ഇത് പോകേർക്കുന്ന് ചോദിച്ചു കണ്ടാണ് ഇവിടുന്ന് പോയിക്കുണ്ട്. മൂപ്പര് ചിലപ്പോൾ പോയാലേ മൂപ്പരെ കണ്ടാൽ ചിലപ്പോൾ പോയിക്കുണ്ടായില്ലാണ്ട്. അപ്പൊ ടാക്സിയിലായി എല്ലാരും കൂടി കാണാനും ഇല്ലത്. തെരഞ്ഞി ആ റെയിൽവേ സ്റ്റേഷന്റെ അങ്ങേ അറ്റത്ത് ഈ കരിങ്കല്ലിന്റെ ബെഞ്ചുണ്ടാവുമല്ലോ, അതിമ്മ അങ്ങനെ മാറാപ്പും ഇതിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉഷാറായിട്ട്. ഒരു ബ്രേക്ക് ഔട്ട് ഇരിക്കുകയോ പോടവും നോക്കിയിട്ടേ. അപ്പൊ ഇവര് തന്നെ പാഞ്ഞ് എന്ന് കണ്ട് പറ്റിയാണ്, അറിയാതെ പറ്റിയാണ്, ഒന്ന് വന്നണം ഞങ്ങളെ ആ എന്നാ പോയിക്കാളാ. അവിടെ നേരെ വന്ന് ഉഷാറായി ടീറ്റിയനല്ല ശരിക്കും ഒരുക്കി കൊടുത്തല്ല പട്ടത്തിൽ. അത് ഇറജിയിലാണ് പിന്നത്തെ പോക്ക്. കയറിയിരുന്നു എന്നെടുക്കാൻ പറയും, അങ്ങനെ വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടി പോകില്ല. ആ അത് പോണില്ലല്ലോ. ആ അത് നിങ്ങളെ ചാവി കൊണ്ട് പോകില്ല, എന്റെ ചാവി കൊണ്ടേ പോവുള്ളൂ. ഞങ്ങൾക്ക് ഒരു ചാവി തരാം, അതുകൊണ്ടാണ് തീപ്പെട്ടിണ്ട് തുറന്ന് തീപ്പെട്ടി കൊള്ളി എടുത്ത് ഇറങ്ങി ആ ചക്കരത്തിന് നല്ല കുത്തു കൊടുക്കുക. ഇയാള് വലിയ ഒരു അമുസ്ലിമായ ആളാണ്, ഓർക്ക് വലിയ ബഹുമാനക്കാരൻ. ഇറങ്ങിക്കണ്ട് ചക്കരത്തിന് കുത്തിയപ്പോൾ പോയാൽ തുടങ്ങി. അവിടെ പോയി അത് തന്നെ കറാമത്താണ്, ഔലിയാക്കൾക്ക് കഴിയും. അങ്ങനത്തെ മൂന്നിൽ പാപ്പ വരം കൊടുത്ത ഇർഷാദ് ചെയ്ത് വളർത്തിയെടുത്ത വലിയ വിലായത്തുള്ള മഹാനാണ് മമ്മദായി പാപ്പ. മമ്മദായി പാപ്പാന്റെ പുറത്തുഭാഗങ്ങൾക്ക് അറിയാം, ബദറിൽ ഇബാദത്തെടുത്ത് ഹബീബായ നബിതങ്ങളെ ഉണർവിൽ കണ്ട മഹാനാണ്. മുത്തു റസൂലുള്ളാഹിനെ ബദറിൽ വെച്ച് ഉണർവിൽ കണ്ട മഹാനാണ് ആര്? അരേ അത് വലിയ ചൂടുള്ള മർത്തബയാണ്. അല്ലാഹു തആല അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈ ഇന്നിപ്പോ ഈ പറയുന്ന വേള് മമ്മദായി പാപ്പാക്ക് വലിയ തൃപ്തിയുള്ള വേളയിക്കാണ്. മമ്മദായി പാപ്പാക്ക് വലിയ തൃപ്തിയാണ്. കമ്പുള്ളിൽ പാപ്പാനെ കുറിച്ച് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെ കൂട്ടത്തിൽ അവര് നേതൃത്വം നൽകുന്ന ദർസുകളായി നമ്മളെ ദർസുകളെ അല്ലാഹു അംഗീകരിക്കട്ടെ. നമ്മളെ SYSന്റെ പ്രവർത്തകരെ അല്ലാഹു അംഗീകരിക്കട്ടെ. മുസ്ലിം ജമാഅത്ത്, SSF, നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ മേഖലയിലുള്ള പ്രവർത്തകരെയും അല്ലാഹു തആല ആ കണ്ണിയിൽ അല്ലാഹു തആല മെമ്പർമാരാക്കട്ടെ. അവർക്ക് ആവശ്യമായ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന പ്രദേശവാസികൾ, നാട്ടുകാര്, എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അവർക്കും അല്ലാഹു തആല ഈ ഔലിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് സീറ്റ് നൽകട്ടെ, സ്ഥാനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ പേരിൽ നമ്മൾ പാർട്ടിയൊക്കെ നമ്മൾ ചേർക്കുകയാണ്. ഈ പരിപാടിക്ക് ഒരു സംഭാവന അവരെ പേരിൽ അധികാരിക്കാരാ തീരുക. ഈ പരിപാടിക്ക് ഒരു സംഭാവന മൂപ്പര് കേസി കഴിഞ്ഞു കൊണ്ടുവരും. നിങ്ങളെന്നെ കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സംഭാവന എല്ലാ കയ്യിൽ പൈസ ഉള്ളവരൊക്കെ ഒരു സംഭാവന ഈ പരിപാടിക്ക് അവരെ പേരിൽ അൽഹംദുലില്ലാഹ് അവരെ പേരിൽ അല്ലാഹുമ്മ സല്ലി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അവരെ പേരിൽ അധികമായിട്ട് തന്നാൽ മതി. اللهم صل എന്നിട്ട് നമുക്ക് ദ്വാരക്കാം. صلي على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد. അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ദ്വാരക്കണം. محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم നമുക്ക് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ആമീൻ പറയണം. ശരിക്കും ആമീൻ പറയണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الراحمين يا رب ഈ ഇരിക്കണ ഞങ്ങൾക്ക് മരിച്ചു എന്നിട്ടൊരു സീറ്റുണ്ട്. അത് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അള്ളാഹു നരകത്തിൽ ആ സീറ്റ് ഞങ്ങൾക്ക് തരല്ല. അള്ളാഹ് പഠിച്ചോനെ മരിച്ചു എന്നിട്ട് ഞങ്ങൾക്കൊരു സീറ്റുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളെ അകം കണ്ടുകൊണ്ട് കാണേണ്ട ഒരു സീറ്റാണത്. അത് നരകമാക്കല്ല അള്ളാഹ്, അത് നരകമാക്കല്ല അള്ളാഹ്. അത് നരകമായാൽ ഞങ്ങളെ എല്ലാം ബാത്തിലായി. ഞങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ ഭാര്യ മക്കൾ കുടുംബങ്ങളെ കാക്കണം അല്ലാഹ്, ഈ ഉമ്മത്തിനെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ ഉസ്താദുമാരെ ശിഷ്യന്മാരെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ മുഹിബീങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ആളുകളെ കാക്കണം അല്ലാഹ്, എല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് സീറ്റ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളോടുകൂടെ സഹാബത്തിന്റെ കൂടെ ബദരീങ്ങൾ ഉഹദീങ്ങൾ മഹാന്മാരുടെ കൂടെ ഞങ്ങൾക്ക് സീറ്റ് വേണം. ഈ മാസം സുൽത്താനുൽ ഹിന്ദ് ഖാജ മഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ്. അവരെ കൂടെ ഞങ്ങൾക്ക് സീറ്റ് വേണം. കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ്. അവരെ കൂടെ ഞങ്ങൾക്ക് സീറ്റ് വേണം. അതുപോലെ ചാപ്പനങ്ങാടി വാപ്പുലൂർ പാപ്പാന്റെ ശൈഖ് സയ്യിദ് ദാൽ തങ്ങൾ അവിയൂർ അവരെ ആണ്ടിന്റെ മാസമാണ്. അവരെ കൂടെ ഞങ്ങൾക്ക് സീറ്റ് വേണം. ഞങ്ങളമ്മമാർക്ക് വാപ്പാർക്ക് മക്കൾക്ക് ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് മുഴുവനും സീറ്റ് വേണം അല്ലാഹ്. നരകത്തിൽ സീറ്റ് തരല്ല അല്ലാഹ്. കമ്മുണ്ണൂർ പാപ്പാന്റെ കൂടെ ഞങ്ങൾക്ക് സീറ്റ് വേണം. വടകര ഓറകൂടെ കക്കിടിപ്പുറം പാപ്പാന്റെ കൂടെ ഞങ്ങളെ ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ കൂടെ കുണ്ടൂർ ഉസ്താദിന്റെ കൂടെ ഞങ്ങളമ്മ പാപ്പ ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് ഇപ്പം ഇങ്ങോട്ട് ചേരണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങോട്ട് കൊടുന്നു തന്നു. ഈ അനുസരണമുള്ള ഈ പാവങ്ങളോടുകൂടെ ഞങ്ങൾക്ക് നാളെ മഹത്തുക്കളെ കൂടെ സീറ്റ് വേണം അല്ലാഹ്. ഞങ്ങൾക്ക് കമ്മുണ്ണൂരിപ്പാപ്പാനെ മുൻനിർത്തി ഞങ്ങളെ പരമ്പരയിൽ ഒരാളെങ്കിലും ഇൽമു പഠിപ്പിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ്. ഞങ്ങളെ പരമ്പരയിൽ ഒരാൾക്കെങ്കിലും ഇൽമു പഠിപ്പിച്ച് ആലിമാക്കി മാറ്റാൻ അത് പ്രതിജ്ഞ ചെയ്ത്, എൻ്റെ ഒരു കുട്ടിനെ ഞാൻ ആലിമാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ആലിമീങ്ങളാക്കി മാറ്റാൻ ഈ പ്രവർത്തകർക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഇൽമു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്, റസൂലുള്ളാഹിന്റെ ഹദീസാണ്, റസൂലുള്ളാഹിന്റെ അഖ്ലാഖുകളാണ്. ആ ഒരു സുലുക്ക് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ചിട്ടയത്ത ശർത്തത്ത നിബന്ധനയത്ത ആലിമീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം അല്ലാഹ്. ഉലമാഉ സൂഇൽ പെടുത്തല്ല അല്ലാഹ്. അത്തരം അടയാളങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവൽ നൽകണം അല്ലാഹ്, സലാമത്ത് നൽകണം അല്ലാഹ്. പഠിച്ചോനെ മുന്നിലൊരു പാപ്പ കയ്യും കടിച്ചുകൊണ്ട് മഴ കണ്ട് പെയ്യിപ്പിച്ചു. പൊന്തി വന്ന വെള്ളപ്പൊക്കം അവസാനിപ്പിച്ചു. അതുപോലെ വെള്ളപ്പടയാളികൾ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ,
ബ്രിട്ടീഷുകാരന്റെ പട്ടാളം വന്നപ്പോ ബ്രിട്ടീഷുകാരന്റെ പട്ടാളം ഈ രാജ്യത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. അതിന് കൊടി കെട്ടി എന്ന് പറഞ്ഞല്ലോ. അത്ര വലിയ സുരക്ഷിതത്വം നൽകിയ നാടാണിത്. ഈ നാട്ടുകാർക്ക് കമ്മ്യൂണിസ്റ്റ് പാപ്പാനോടുള്ള ആ കൂറും ആ മഹബത്തും നീ ഏറ്റിക്കൊടുക്കണം അല്ല. ഞങ്ങളെ കൽബിൽ നീ വർദ്ധിപ്പിക്കണം അല്ല, വർദ്ധിപ്പിക്കണം തമ്പുരാനെ. റഹ്മുറാഹിമീനായ അല്ലാ, ഞങ്ങളെടുത്ത് പഠിക്കണ മക്കളും പാപ്പാന്റെ ഒരുപാട് 300ഓളം ഔലിയാക്കൾ ഉണ്ടായി എന്ന് മുഹമ്മദായി തങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ പഠിക്കണ കുട്ടികളെ കൂടുതലും നീ തൃപ്തിപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ നൽകണം അല്ലാ. നീ പൊരുത്തപ്പെട്ട മക്കളെ നീ നൽകണം അല്ലാ. റഹ്മുറാഹിമീനായ റബ്ബേ, അവരൊക്കെ കാണിച്ചു തന്ന പാതയിൽ ഞങ്ങൾ ഉറച്ചു നിർത്തണം അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ, രക്ഷ നൽകണം അല്ലാ, ഇസ്സത്ത് നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ, സന്തോഷവും സമാധാനവും നൽകണം റഹ്മാനെ. ഞങ്ങളെ ശുദ്ധിയുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഇൽമു കൊണ്ടെടുക്കുമ്പോ അതിനൊരു പരിശുദ്ധി വേണം. അതാണ് ആലിമിന് കുറെ നല്ല അടയാളമാണെന്ന് പറഞ്ഞത്. ഇൽമു പറഞ്ഞ ഈ മഹത്തായ ഖുർആനിന്റെ ഔസാഫുകൾ കൊണ്ടെടുക്കുമ്പോ അതനുസരിച്ചുള്ള പരിശുദ്ധി ആലിമിന് വേണം. അപ്പോൾ ആലിമായി മാറുള്ളൂ. അല്ലാഹു തആല കുരുത്തം കെട്ടുള്ള കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ ആക്കാതിരിക്കട്ടെ, അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഫന്നിലും വലിയ തറക്കിയും ഉയർച്ചയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പ്രദേശം അല്ലാഹു നല്ല മുന്നിലിരിപ്പാപ്പാന്റെ നാട് ഉയർന്ന നാടാക്കട്ടെ. ഈ നാട്ടുകാരെ നല്ലവരാക്കട്ടെ. നമ്മളെ ബന്ധപ്പെട്ട കുടുംബങ്ങളും മറ്റുമൊക്കെ ഈ നാട്ടിലുണ്ട്. അവരിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബറുകളൊക്കെ അല്ലാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കണവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകട്ടെ. എൻ്റെ ഒരു കുടുംബക്കാരനാണ് നമ്മളെ കരീമാജി. അല്ലാഹു ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ, ഖബർ വലിയ റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തിൽ തന്നെ കരീമാജി വരാൻ പറഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും അല്ലാഹു തആല നമുക്ക് സന്തോഷം നൽകട്ടെ. നാളെ സ്വർഗത്തിൽ ഞങ്ങളെ ഈ മഹത്തുക്കളോട് കൂടെ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. മുന്നലിപ്പാപ്പാനെ എപ്പോഴും ഓർമ്മയുള്ളൊരു ഖൽബ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഒരു ഫാത്തിഹയെങ്കിലും എപ്പോഴും ഓതി തവസ്സുൽ ചെയ്ത് അവരെ ബർക്കത്ത് വാങ്ങാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം റഹ്മാനെ, നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് മൗത്ത് വരെ ഇൽമിന് ശുഗലാകാൻ പാപ്പ 50 വർഷത്തോളം മുദരിസായി ചാരി ഇരുന്ന് വാതിലിന് അടയാളം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രപ്പാ ചാരി ഇരുന്നതിന്റെ കണക്ക്? ആ ചാരി ഇരുന്നതിന്റെ കണക്കൊക്കെ അവിടെ തന്നെയാണ് മമ്മദാജേരി പാപ്പ ഖിദർ നബിനെ കാണാൻ പോയത്. അത് കഥ ഉണ്ട്. അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാപ്പാന്റെ കാലത്തല്ല, അവിടെ ബഹ്റുലും ഷെയ്ഖുന ഒക്കെ ഉസ്താദ് ദർശനത്തിന്ന്. പിന്നെ പിൽക്കാലത്ത് അന്ന് പിൽക്കാലത്ത് ദർശനം നടത്തുമ്പോ വടകര അമ്മദായി പാപ്പ ഓതിയ പള്ളിയും കമ്മ്യൂണിസ്റ്റ് പാപ്പ ദർശനം നടത്തിയ പള്ളിയായപ്പോ അമ്മദായി തങ്ങൾ അവിടെ ഇടക്കിടക്ക് വരും, കൽക്കടത്തൂർ വരും. അപ്പൊ ഉസ്താദൻ എന്നോട് പറഞ്ഞാണ്, നേരിട്ട് പറഞ്ഞാണ്. അപ്പൊ കാണാൻ ഒരു ചായയും കടിയും ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവും ആചേർ പാപ്പ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ഷെയ്ഖുന പറയാം അമ്മദാജേര് അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ചായയും കടിയും കണ്ടാ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആചേർ പാപ്പ വാങ്ങിക്കൊണ്ടാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം കണ്ട് ചായ കുടിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ പിന്നിലും കൂടി കയറി വരുന്നുണ്ട്. കയറിയെന്ന് കണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഖിദർ നബിനെ കാണാൻ പോവാണ്. ഷെയ്ഖുനാനോട് ഞാൻ ഖിദർ നബിനെ കാണാൻ പോവാണ്. അപ്പൊ ഷെയ്ഖുന പറഞ്ഞത്രേ, നിങ്ങൾ പോയിക്കോളി, എന്റെ കാര്യം ഒന്ന് പറയും, ഞാൻ കുട്ടികൾക്ക് ഓടി കൊടുക്കട്ടെ. ആ നിങ്ങൾ ദർശനത്തിയാൽ മതി, നിങ്ങളെ ദർശനത്തിന്റെ കാര്യം പറയാൻ തന്നെയാണ് ഞാൻ പോണത്. നിങ്ങളെ കാര്യം പറയാം, നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, വേറൊല്ലല്ലോ. ഷെയ്ഖുന പറഞ്ഞത് ഞാൻ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന എന്റെ കാര്യം ഒന്ന് പറയട്ട. ഷെയ്ഖുനാക്ക് കാണാൻ പോയില്ലേ? ഷെയ്ഖുന ഖിദർ നബിയായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കി. ഖിദർ നബി അലൈഹിസ്സലാമുമായി ബന്ധമുള്ള ആളാണ് ഷെയ്ഖുന. ഓക്കെ, റഹ്മുറാഹിമീനായ അല്ലാഹു തആല ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കട്ടെ. തിന്നുന്നതും തിന്നാൻ കൊടുക്കുന്നതും പൂർണ്ണ ഹലാല് ആയ വഴി അല്ലാഹു തുറന്നു തരട്ടെ. അത് നല്ലോണം വേർക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. തിന്നുന്നതും തിന്നാൻ കൊടുക്കുന്നതും പൂർണ്ണ ഹലാലായി അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. ഹലാക്കിൽ അല്ലാഹു പെടുത്താതിരിക്കട്ടെ.
ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കട്ടെ. SYSന്റെ പ്രവർത്തകർക്ക് ഇനിയും ഈ പാക്കടപ്പറയിൽ ഒരുപാട് ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട്. ആ ചരിത്ര ലോകമൊക്കെ പഠിച്ച് ഇങ്ങനെ സെമിനാറുകൾ നടത്തി ഉലമാവിന്റെ ലോകത്തിൽ കൊണ്ടുവന്ന് ഈ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു ഭാഗ്യവും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആചാര്യ പാപ്പാന്റെ ഉപ്പയാകുന്ന പോക്കരുമല്ല എന്നവർക്കും ഉമ്മയാകുന്ന ഇത്തീമ ഉമ്മ എന്നവർക്കും തീമക്കുട്ടി ഉമ്മ എന്നവർക്കും അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ ആചാര്യ പാപ്പാക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരെ 2ലായി 7 മക്കളുണ്ട്. അവർക്കൂടൊക്കെ ദറജകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ പരമ്പരയിൽ ജീവിക്കുന്ന പലരും ഒരു പക്ഷെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അവരൊക്കെ മൗലവി പാപ്പാന്റെ ആ ബഹുമാനത്തിൽ അലിഞ്ഞു ചേർന്ന് ബന്ധപ്പെട്ടവരായി അള്ളാഹു ഉയർത്തുമാറാകട്ടെ.